വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ ഇന്നലെയും ഇന്നുമായി ഞങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാനുള്ള കൃപ തന്നതിനെ ഓർത്തും ഇന്നലത്തെ ക്ലാസ്സുകളെയും നൈറ്റ് വിജിലിനെയും ഒക്കെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് കൂട്ടായ്മയിൽ വന്നു ചേരാൻ സാധിക്കാതെ പോയിരിക്കുന്നവരെ എല്ലാം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ പ്രത്യേകിച്ച് ടെൻസിനെ സമർപ്പിക്കുന്നു. ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ് ടെൻസൻ എന്ന് മെസ്സേജ് വന്നിരുന്നു. ഈശോ അപകടമൊന്നും കൂടാതെ വീട്ടിലെത്തിച്ചേരുന്നതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ ഇന്നലെ ഞങ്ങളെ വിട്ട് നിന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്ന ഫാദർ എഡ്വേർഡ് സരാസിനിയെ അങ്ങേ കരങ്ങളിലേക്ക്, ആത്മാവിനെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു യഥാർത്ഥ വൈദികനെ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്ന എഡ്വേർഡ് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. സമൂഹത്തെ ക്രിസ്തുവിൽ എങ്ങനെ വളർത്തണം എന്നുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്ന അച്ഛനെ പ്രതി ആ മാതൃക സ്വീകരിച്ച് ഒത്തിരി വൈദികർക്ക് മാർഗദർശിയാകുവാൻ നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്നത്തെ സെഷനെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നിവിടെ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ രക്തത്താൽ കഴുകി പൊതിയണമേ കർത്താവേ. ഞങ്ങളുടെ ചിന്തയെ മുഴുവൻ, ഭാവനയെ, ഞങ്ങളുടെ ബുദ്ധിയുടെ എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങേ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. യോണിച്ചായനെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനും ആ പറയുന്നവയെല്ലാം നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും നിന്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതിനകത്ത് ന്യൂ കമേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഏതായാലും നമുക്കൊരു റീക്യാപ്പിന് മാത്രമുള്ള സാധനമല്ല പുറകിൽ കിടക്കുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. റീക്യാപ്പ് ഇല്ലാതെ നമുക്ക് മനസ്സിലാകില്ലായിരുന്നു എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി നമുക്ക് വിശദമായ റീക്യാപ്പ് ഒന്നും ഇല്ല. പകരം നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ തന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ദിവസിൻ മിസരിക്കോർഡിയ എന്നതിൻ്റെ കരുണാസമ്പന്നൻ എന്ന 1980 ചാക്രിക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനിയുടെ ചാക്രിക ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 4 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കണ്ടത്, ഒന്നാമത്തേതിൽ നമ്മൾ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നതായിരുന്നു നമ്മുടെ തലക്കെട്ട്. അതൊരു തരം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കർട്ടൻ റൈസർ എന്നൊക്കെ പോലെ, എങ്ങനെയാണ് ദൈവത്തിൽ, യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പദ്ധതി നിവൃത്തിയായത്. ഇതായിരുന്നു അന്നുണ്ടായിരുന്ന നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ ഖണ്ഡികയായി ക്രിസ്തു പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയപ്പോൾ എന്നുള്ള സബ് ടോപ്പിക്കിൽ മെസയാനിക സന്ദേശം എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പൊ ഒന്നാമത്തേതില് ഒരു കർട്ടൻ റൈസർ ആയിട്ട് എന്താണ് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വെച്ചു. രണ്ടാമത്തേതായിട്ട് നമ്മൾ കണ്ടത് എന്താണ് മിശിഹായുടെ സന്ദേശം, എന്താണ് മെസയാനിക സന്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടത്. മെസയാനിക സന്ദേശത്തിന് ശേഷം നമ്മൾ കണ്ടത് പഴയ നിയമം എന്ന പശ്ചാത്തലത്തെ സംബന്ധിച്ചിട്ടാണ്. അതായത് ഈ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലല്ലാതെ പുതിയ നിയമത്തെ നമുക്ക് വായിക്കാനോ നിർവചിക്കാനോ സമീപിക്കാനോ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് എപ്പോ കണ്ടു?
വെർബും ദോമിനി, കർത്താവിന്റെ വചനം എന്ന അപ്പസ്തോലിക പ്രബോധനം, പോസ്റ്റ് അപ്പസ്തോലിക് എക്സോർട്ടേഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അത് അപ്രകാരമല്ല, അത് സാധ്യമല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു അടിസ്ഥാനത്തിൽ, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ കാരുണ്യത്തെ കുറിച്ചിട്ടാണ് കണ്ടത്. ഏറെ വിശദമായും ഏറെക്കുറെ സരസമായും നമ്മൾ അതിനകത്തൂടെ കടന്നുപോയി. കുറെ പുതിയ വാക്യങ്ങൾ, കരുണയുടെ വിവിധങ്ങളായ മാനങ്ങളെ പ്രസ്പഷ്ടമാക്കുന്ന ഒരുപാട് വാക്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഹെസദ് കണ്ടു, വഹാമിൻ കണ്ടു, എമത്ത് കണ്ടു, ഹനാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഫുട് നോട്ട് 52 വളരെ വിശദീകൃതമായ ഒരു പാഠവും നമ്മൾ എടുത്തു. അപ്പൊ അതിനുശേഷം നമ്മൾ സുവിശേഷത്തിലെ സുവിശേഷം എന്നൊക്കെ നമ്മൾ പറയാറുള്ള, ഏറ്റവും കൂടുതൽ തവണ ലോകം ചർച്ച ചെയ്തിട്ടുള്ള സുവിശേഷ ഭാഗമായിരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയെ കുറിച്ചിട്ടാകുന്നത്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് എടുത്തില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ അത്രയേറെ റിച്ച് ആയിരുന്നു. എന്താണ് കാരുണ്യം എന്നതിനെ ധൂർത്തപുത്രന്റെ ഉപമയെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മളിരുന്നു. എന്താണ് കാരുണ്യം? കാരുണ്യം എന്നത് നീതിയുടെ നിർവഹണമല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. ഒരു പാപിക്ക് നീതി നേടിക്കൊടുക്കുന്നതിന്റെ പേരല്ല കാരുണ്യം. നമ്മൾ ആ ധൂർത്തപുത്രന്റെ ഉപമയിൽ അതിമനോഹരമായി കണ്ട ഒരു കാര്യമുണ്ട്. തെറ്റിപ്പോയ മകൻ, പാപം ചെയ്ത് നിസ്തേജനായി പോയ മകൻ തന്നെ നീതിയുടെ മാനദണ്ഡം അനുസരിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ട് അവൻ പറയുക, എനിക്ക് ആഹാരം മതി, ഒരു ദാസരിൽ ഒരുവനായി എന്നെ ആക്കണമേ ആണ് അവൻ പറഞ്ഞത്. അത്രമേൽ അവന്റെ പുത്രത്വത്തെ അവൻ കളഞ്ഞു കുളിക്കുകയും പിതാവിന്റെ അടുത്ത് പുത്രൻ എന്ന നിലയിൽ നിൽക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് അവൻ മനസ്സിലാക്കി. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവൻ പറയുന്നത്, പിതാവെ അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു. അവിടെ ക്രിസ്തു വരച്ചു വെക്കുന്നത് പാപം തകർക്കുന്ന ദൈവിക സംവിധാനത്തെയും കൂടിയാണ്. ഏതൊരു പാപവും മനുഷ്യനോടല്ല ചെയ്യുന്നത്, പ്രത്യുത അവനെ ഈ ലോകത്തിലാക്കിയ, മനുഷ്യരെ ഈ ലോകത്തിലാക്കിയ ദൈവിക സംവിധാനത്തോടാണ് പാപം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി ക്രിസ്തു ഉപയോഗിച്ചത് അവന്റെ തിരിച്ചറിവിന്റെ വാക്കാണ്. സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, ദാസരിൽ ഒരുവനായി എന്നെ ആക്കണമേ. അപ്പൊ അവന്റെ ധാരണയനുസരിച്ചിട്ട് അവന്റെ മഹത്വം അവന്റെ ചെയ്തിയോടുകൂടെ നിസ്തേജമായി. അവന്റെ മഹത്വം എന്തായിരുന്നു? പുത്രൻ എന്ന മഹത്വം. ഈ പുത്രൻ എന്ന മഹത്വത്തെ അവൻ എന്നേക്കുമായി കളഞ്ഞു കുളിക്കയാൽ നീതിയുടെ മാനദണ്ഡം അനുസരിച്ച് അവനെ തന്നെ വേലക്കാരനായി ക്രമപ്പെടുത്തി. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പിതാവിന്റെ സ്നേഹത്തെ കാണുകയാണ്. പിതാവ് ദൂരെ വെച്ച് തന്നെ, അവൻ അകലെ ആയിരിക്കുമ്പോൾ തന്നെ അവനെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തോളിൽ കൈയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയാണ്. ഈ ദൂരെ വെച്ച് തന്നെ കാണാൻ പാകത്തിന് അവിടെ ഇരുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ഹെസദാണ്. അവൻ പോയപ്പോ എന്നാ പിന്നെ അവൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പിതാവ് ഉള്ളിലേക്ക് കയറി പോവുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 2 പേരും പുറപ്പെട്ടു പോയി, 3 പേരും പുറപ്പെട്ടു പോയി. ആരൊക്കെയാ? നഷ്ടപ്പെട്ടു പോയി 2 പേര്. ഒരുത്തൻ ധൂർത്തപുത്രനായി അകലേക്ക് പോയി, മറ്റവൻ പുത്രന്റെ സ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെടുത്തി ദാസനായി. സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ അവൻ ദാസനാന്നാ പറയുന്നത്. ഞാൻ എത്രയോ കാലമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരു പുത്രന് പതിക്കാവുന്നതിന്റെ ഏറ്റവും അഗാധമായ പതനമാണ് അവന് സംഭവിച്ചത്. താൻ പുത്രനെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ അവൻ താഴെ പോയായിരുന്നു, മൂത്തപുത്രൻ. ഇനി പിതാവാകട്ടെ പിന്നീട് തന്റെ സപ്രപഞ്ചത്തിൽ കിടന്നിട്ടില്ല. പിന്നീട് തന്റെ വീട്ടിന്റെ അകത്തിരുന്നിട്ട് അതിന്റെ സുഖശീലിമയിൽ അവൻ അവിടെ വിശ്രമിച്ചിട്ടില്ല. എന്റെ മകൻ വരും, വരാതിരിക്കില്ല, അവന് വേറെ പോക്കണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അകലേക്ക് ദൃഷ്ടിയൂന്ന് നിൽക്കുന്ന ആ പിതാവിന് പുത്രൻ വിശ്വസ്തനല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ പുറപ്പെട്ടു പോയത്. പക്ഷേ പിതാവ് പുത്രനോടും തൻ്റെ പിതൃത്വത്തോടും വിശ്വസ്തനാണ്. ഹെസദ് എന്ന വാക്യമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ വിശ്വസ്തത, കാരുണ്യപൂർവ്വമുള്ള വിശ്വസ്തത ഉണ്ടാകിയാൽ ഉമ്മറത്ത് മാത്രമാണ് ആ പിതാവ് ഇരിക്കുക. കരളലിയിപ്പിക്കുന്ന അതിമനോഹരമായ തേടി വരുന്ന സ്നേഹത്തിന്റെ ഒരു സമുജ്വല ചിത്രമാണ് അവിടെ കർത്താവ് നമ്മുടെ മുമ്പാകെ പ്രകാശിപ്പിക്കുന്നത്. അകലെ വെച്ച് തന്നെ വേലക്കാരൻ കണ്ടില്ല. വയലിലായിരിക്കുന്ന വേലക്കാരൻ ആദ്യം അവനെ കണ്ടു എന്നായിരുന്നു യഥാർത്ഥത്തിൽ എഴുതേണ്ടത്, അല്ലേ? കാരണം വയലിലുള്ളവനാണ് കുറെ കൂടി അടുത്ത് നിൽക്കുന്നത് കാണുന്നത്, അവന്റെ അടുത്ത് നിൽക്കുന്നത് കാണുന്നത്. പക്ഷെ വയലിലുള്ള വേലക്കാരനും പുറമേ നിൽക്കുന്ന മൂത്തപുത്രനും അവൻ പുറമെയാണ്. അവൻ അകത്ത് വരുമ്പോഴാണല്ലോ ബാൻസറ്റും ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും നൃത്തത്തിന്റെയും ഒക്കെ ഗാനത്തിന്റെയും ഒക്കെ ശബ്ദം കേൾക്കുന്നതും ഇതെന്ത് എന്ന് അന്വേഷിക്കുന്നതും. അപ്പൊ അവനും പുറത്തായിരുന്നു, അവനും കാണില്ല. കാരണം അത് പ്രതീക്ഷിക്കുന്നില്ല അവര്. എന്നാൽ അതുമാത്രം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. അവൻ തന്റെ പ്രതീക്ഷയുടെ മുറ്റത്ത് നിന്നുകൊണ്ട്, തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അകലേക്ക് ദൃഷ്ടിയൂന്നുകയാണ്. അത് മകനാണെന്ന് മനസ്സിലായപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ മാനസാന്തരപൂർണമായ സത്യപ്രസ്താവന കേൾക്കാൻ പിതാവ് കാത്തു നിൽക്കുന്നില്ല, അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം, ഓർമ്മിച്ചേ തീരൂ. എവിടെയാണ് മനുഷ്യന്റെ മനസ്താപം ആരംഭിക്കുന്നത്, അവിടെ ദൈവത്തിന്റെ കൃപ പൂർണ്ണമാകുന്നു. മനുഷ്യന്റെ മനസ്താപം പൂർണ്ണമായതിന് ശേഷം ആരംഭിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ കൃപ. അവൻ എഴുന്നേറ്റപ്പോൾ തൊട്ടിട്ട് അവിടെ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ അകലെ ആയിരിക്കുമ്പോൾ തന്നെ അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ആ ഭവനാങ്കണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, പിതാവിനോട് മാപ്പപേക്ഷ പറയുന്നതിന് മുമ്പ് അവിടെ പിതാവിന്റെ കൃപ, കാരുണ്യം, വിശ്വസ്തത പ്രവർത്തനക്ഷമമാവുന്നു. അത് അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യത്തിന്റെ സൗന്ദര്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു പോകാം. മനുഷ്യന്റെ അനുതാപം ആരംഭിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരുണ, കൃപ പൂർണ്ണമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് പിന്നെ ഹെസദല്ല, പിന്നെ റഹാമിം എന്ന് പറയുന്ന അതിമനോഹരമായ മറ്റൊരു പദമാണ്. മുലപ്പാലിന്റെ മണമുള്ള നനവാർന്ന സ്നേഹം. അത് മാധുര്യമുള്ളതാ, സൗശീല്യമുള്ളതാ, ക്ഷമിക്കുന്നതാ, വിശ്വസ്തതയുള്ളതാ, കണ്ണുനീരിന്റെ നനവുള്ളതാ. ആ സ്നേഹത്തിന്റെ, കരുണയുടെ അതുല്യമായ സമുജ്വലമായ പ്രകാശനമാണ് നമ്മൾ ആ സമാഗമത്തിൽ കണ്ടത്. പിതാവ് അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ആശ്ലേഷിക്കുന്നു. പിതാവേ, അങ്ങേക്കെതിരായും ഞാൻ വീണ്ടും അത് തന്നെയാണല്ലോ പറയുന്നത്, ക്ഷമിക്കണം. അല്ലെങ്കിൽ ക്ഷമ ഒരു 4-5 തവണ ഞാൻ പറഞ്ഞതായിട്ട് കണക്കാക്കണം. ഇനി ഞാൻ പറയുകയാണെങ്കിൽ അതിനെ വകയിരുത്തിയേക്കണം. പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതൊന്നും പറയാൻ, ബാക്കി പത്രങ്ങളൊന്നും പറയാൻ 19-21 തമ്മിലുള്ള വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ന്റെ 19-21 തമ്മിലുള്ള വ്യത്യാസം അതാണ്. മുഴുവൻ പറയാൻ സമ്മതിക്കുന്നില്ല. അവിടെ കൃപ പൂർണ്ണമായി. ഇവിടെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം നമ്മൾ കണ്ടു. അതിതാണ്, മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതൊന്നും അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. അവന്റെ സ്ഥായിയായ അസ്തിത്വം, അവനിൽ സ്ഥിരമായി നിൽക്കുന്നതും അവന് മാറ്റാൻ കഴിയാത്തതും മറ്റാരോപിച്ചാലും ഇല്ലെങ്കിൽ അവനിൽ നിലനിൽക്കുന്നതുമായ ഏക ഗുണം പുത്രത്വമാണ്. അത് അവന്റെ ചെയ്തികൾ കൊണ്ട് ഇല്ലാതെയാകുന്നില്ല. അവൻ എവിടെയായിരുന്നാലും പുത്രനാ. സർവാഡംബരങ്ങളോടും കൂടി അവന്റെ പിതാവിന്റെ സന്നിധിയിൽ അവൻ വസിച്ചപ്പോഴും അവൻ പുത്രനാ. പുറപ്പെട്ടു പോയപ്പോഴും അവൻ പുത്രനാ. അവിടെ ധൂർത്തടിച്ച് ജീവിച്ചപ്പോൾ, ആഡംബര സമുന്നതനായി ജീവിച്ചപ്പോഴും അവൻ പുത്രനാണ്. പിന്നീട് അവന്റെ സകല സ്വത്തുക്കളും കളഞ്ഞു കുളിച്ച് അവൻ നിരാശ്രയനായി ജീവിച്ചപ്പോഴും അവന്റെ പുത്രത്വം അവിടെ തന്നെ ഉണ്ട്. അത് അവൻ തിരിച്ചറിയുന്നില്ല.
പക്ഷെ പിതാവിനതറിയാം. ഏറ്റവും അവസാനം അവന്റെ ദയനീയതയുടെ പരമകാഷ്ഠ പന്നികൾ തിന്നുന്ന അമരത്തവിടെങ്കിലും കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ, വയറു നിറയ്ക്കുവാൻ ആഗ്രഹിച്ച ആ പുത്രന്റെ അതിഭീകരമായ പതനത്തിലും അവൻ പട്ടിണിക്കാരനായ ദുർവൃത്തനായ മരണത്തോട് മല്ലടിക്കുന്ന ദുർബലനായ ഒരു ചെറുപ്പക്കാരനാണത് താനെന്ന് നനയ്ക്കുമ്പോഴും പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹത്വപൂർണനായ പുത്രനാണ്. അവനാ കടന്നു വരുന്നത്. അവിടെ അവൻ കടന്നു വരുന്നത് കാണുമ്പോൾ പിതാവ് അവന്റെ പുത്രത്വം വീണ്ടെടുത്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ നാടകത്തെ നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ആ നാടകത്തിന്റെ ക്ലൈമാക്സിലുള്ള സംഭാഷണങ്ങളൊന്നും അവിടെ ഇല്ല. എൻ്റെ അപ്പ, എൻ്റെ മകനെ, എന്നോട് കരുണ തോന്നണം, നിന്നോട് ഞാൻ കരുണ തോന്നിയിരിക്കുന്നു, അങ്ങനെ ഒരു വാക്കില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, കരുണയുടെ വാഗ്വൈഭവമല്ല അവിടെ കാണുന്നത്. ദൈവത്തിന്റെ കരുണയുടെ വാഗ്വൈഭവമോ വാഗ്വിലാസമോ അല്ല നമ്മൾ അവിടെ കാണുന്നത്. പ്രത്യുത ദൈവത്തിന്റെ കരുണയുടെ ദൃശ്യഭംഗിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതവിടെ നമ്മളെ പറഞ്ഞു ഫലിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വരച്ചിട്ടിരിക്കുകയാണ്. ആ വരച്ചിട്ടിരിക്കുന്ന ദൃശ്യഭംഗിയിൽ നമ്മൾ മനസ്സിലായത് ഇതാണ്: അവന്റെ അസ്തിത്വത്തിന് ഒരു ഭംഗവും വന്നിട്ടില്ല, ഒരു കേടും വന്നിട്ടില്ല. അതിന് അത്രമേൽ മഹത്വപൂർണമായി അത് തുടരുന്നു. നീ എന്റേതാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ എവിടെയായിരുന്നാലും അവൻ ആ പിതാവിന്റെ മകനാണ്. പിന്നെ നാട്ടുകാരറിയാൻ അവനുണ്ടായിരുന്ന ചില അടയാളങ്ങള്: പട്ടുവസ്ത്രം അത് കൊണ്ടുവന്ന് ധരിപ്പിക്കുക, മോതിരം അത് കൊണ്ടുവന്നിട്, പാതുകം അത് ധരിപ്പിക്കുക. അങ്ങനെ മൃതമായിരുന്ന പുത്രത്വം വീണ്ടും സജീവതയിലേക്ക് കടന്നു വരികയാണ്. ഇതുകൊണ്ട് പാപ്പ സ്ഥാപിച്ചത് ഇതാണ്: മനുഷ്യന്റെ മഹനീയത എന്ന് പറയുന്നത് പാപത്തോടു കൂടി അസ്തമിച്ചില്ല. അങ്ങനെ അവൻ ഭൂമിയിൽ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി തള്ളപ്പെട്ടുമില്ല. മനുഷ്യൻ ദൈവത്തിന്റെ അവികലവും അന്യൂനവുമായ ഒരു സൃഷ്ടിയാണ്. ദൈവം സ്നേഹിച്ചുണ്ടാക്കിയതാണ്. സ്നേഹിച്ചുണ്ടാക്കിയ ഒന്നിലും നന്മയായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് നന്മയല്ലാതെ തിന്മയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അവന്റെ മഹനീയത പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ള, ആ മനുഷ്യന്റെ മഹനീയത പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്താൽ ദൈവം നീതിയുടെ ഭാഷയിൽ നിന്ന് മാറി കാരുണ്യത്തിന്റെ ഭാഷയിലേക്ക് മാറുന്നു. കാരുണ്യം എന്നത് അവിടെ നീതി നിറവേറ്റുന്ന കാരുണ്യമായി നമ്മൾ കണ്ടു. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പെസഹ രഹസ്യത്തിലേക്ക് വന്നു. നീതി നിറവേറ്റുന്ന കാരുണ്യം എന്താണ്? അവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് കുരിശിലും ഉദ്ധാനത്തിലും വെളിവാക്കപ്പെട്ട കാരുണ്യം എന്താണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തേത് മരണത്തെക്കാൾ ശക്തമായ, പാപത്തെക്കാൾ ശക്തമായ സ്നേഹം എന്ന ഉപശീർഷകത്തില് നമ്മൾ കുരിശിന്റെ അപരിമേയമായ യോഗ്യത എന്താണ് എന്ന് നമ്മൾ കണ്ടു. ചുരുക്കത്തില് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. അതിന്റെ മൂന്നാം ഖണ്ഡമായിരിക്കുന്ന, മൂന്നാം ഉപശീർഷകമായിരിക്കുന്ന കാരുണ്യത്തിന്റെ അമ്മയിലേക്ക് കടക്കുമ്പോൾ ഈ അഞ്ചാമത്തെ പെസഹ രഹസ്യം എന്ന അധ്യായത്തിൽ നമ്മൾ എന്താണ് കണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരോട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ അനുഭവപരവും ചരിത്രപരവുമായ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അവിടെ അനുഭവിക്കുകയാണ്. എവിടെ? കാൽവരിയിലെ ക്രൂശിൽ നമ്മൾ അനുഭവിക്കുക. ചരിത്രത്തിൽ അത് വെളിവാക്കപ്പെട്ടു. കാലത്തിന്റെ അന്ത്യം വരെയും മനുഷ്യൻ അത് അനുഭവിക്കും. എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിക്കൊണ്ട്, അന്ധന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവന് വിടുതലിന്റെ സുവിശേഷവും ഘോഷിച്ചുകൊണ്ട്, നന്മ മാത്രം ചെയ്തുകൊണ്ട് ഭൂതലത്തിൽ സഞ്ചരിച്ച, തന്റെ പ്രഘോഷണ വേദികളിൽ സഞ്ചരിച്ച,
തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിച്ച യേശുക്രിസ്തു അവിടെ ഒരു നിന്ദിതനും കുറ്റവാളിയും പീഡിതനുമായി കാരുണ്യം അർഹിക്കുന്നവനായി നമ്മൾ കാണുകയാണ് പെസഹ രഹസ്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ, നിമിഷങ്ങളിൽ. തൻ്റെ ശിഷ്യന്മാര്, ആ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, അവന്റെ ഭുജം വീര്യം പ്രവർത്തിക്കുന്നു എന്ന തിരുവെഴുത്ത് നിവൃത്തിയാകുമാറ് യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പരസ്യ പ്രഘോഷണം, പരസ്യ ജീവിതത്തിന്റെ സാക്ഷികൾ, നേർസാക്ഷികളാണ് അവര്. ആ നേർസാക്ഷികൾ എന്ന് മാത്രമല്ല, യെരൂശലേം പട്ടണത്തിലേക്കുള്ള അവന്റെ രാജകീയ പ്രവേശനത്തിൽ ഓശാന പാടുന്ന ആളുകൾക്ക് ഒരു വേള നിയന്ത്രണങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കുട്ടി രാജാവിനെ പോലെ വിരാജിച്ചവരാണ് അവര്. അവന്റെ ശരീരവും അവന്റെ രക്തവും അവൻ പകുത്തു കൊടുത്തപ്പോൾ കൈനീട്ടി അത് വാങ്ങി ഭക്ഷിച്ചവരാണ്. അവരോട് ക്രിസ്തു ഒരു സംഗതി യാചിക്കുന്നു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലയോ, സാധ്യമല്ലയോ? അതായത് കാരുണ്യം മാത്രം സ്വന്തം ജീവിതത്തിലൂടെ പ്രസരിപ്പിച്ചവൻ അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കാരുണ്യം തേടുകയാണ്. ഇവിടെ മാർപ്പാപ്പ അതിമനോഹരമായ ഒരു സംഗതി പറഞ്ഞു വെക്കുന്നു. മനുഷ്യന് കാരുണ്യം കൊടുക്കാനും കാരുണ്യം സ്വീകരിക്കാനുമുള്ള കാര്യമുണ്ട്. കാരുണ്യം കൊടുക്കാനുള്ള കടമയുണ്ട്, കാരുണ്യം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും ഒരു കാരുണ്യവും വെച്ച് നീട്ടപ്പെടാത്ത, കാരുണ്യം ഒട്ടുമേ വെച്ച് നീട്ടപ്പെടാത്ത മനുഷ്യന്റെ യഥാർത്ഥ പ്രതിനിധിയായിട്ട് അവൻ സിംഹാസനങ്ങളിൽ നമുക്ക് പറഞ്ഞുകൂടാ, അധികാര കസേരകളിൽ നിന്ന് അധികാര കസേരകളുടെ മുമ്പിലേക്ക് അവൻ ലേലം വിളിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. ആരും ഒരു ദയയും കൊടുത്തില്ല. ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഭൗമിക അധികാരി പോലും ലോകത്തിലെ ഏറ്റവും വിപരീതമായ ഒരു അർത്ഥത്തിലുള്ള, നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അർത്ഥമുള്ള ഒരു വാചകം പ്രയോഗിച്ചു. എല്ലാ കാലത്തും ആ വാചകം മൂഢതയുടെ ഒരു പര്യായമായി നിലകൊള്ളുകയും ചെയ്യും. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അത് ശരിയാ, 100% ശരിയാ. അതുകൊണ്ട് ഞാൻ ഇവനെ അടിപ്പിച്ചു വിട്ടയക്കും. അതെന്താ? ഒരു കുറ്റവും ചെയ്യാത്തവൻ ഇതിനെ അടി വാങ്ങുന്നത്? അതുകൊണ്ട് തന്നെ നീതിരഹിതമായ ഒരു സമീപനം അവന്റെ നേരെ അവര് പ്രയോഗിക്കുകയാണ്. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഭൗമിക അധികാരി സാക്ഷ്യപ്പെടുത്തിയിട്ട് പോലും സ്വർഗത്തിന്റെ താക്കോലുകളും സ്വർഗത്തിന്റെ നിയമങ്ങളും കൈക്കൊള്ളുന്നു എന്ന് അഹങ്കരിക്കുന്നവർ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യരഹിതമായി വിധി പ്രസ്താവിക്കാൻ അവനെ നിർബന്ധിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് വേണ്ടി അവനെ പാപമാക്കി എന്ന യാഥാർത്ഥ്യം അവിടെ നമ്മൾ കാണുകയാണ്. നിഷ്കളങ്കനും ദോഷരഹിതനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും എന്ന് ഹെബ്രായ ലേഖന കർത്താവ് ആരെക്കുറിച്ച് പറഞ്ഞുവോ, അവൻ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് എന്താണോ ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ മേൽ നിബന്ധിക്കേണ്ടിയിരുന്നത് അതിനെ ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ പകരക്കാരനായി മാറുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിൽ വെളിവാക്കപ്പെട്ടത് ദൈവത്തിന്റെ അളവനുസരിച്ചിട്ടുള്ള ദൈവിക നീതിയാണ് എന്ന് 3-ാം ഖണ്ഡികയിൽ നമ്മൾ കണ്ടു. വീണ്ടും ദൈവത്തിന്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അപരിമേയമായ ആ മഹത്വം അത് വീണ്ടെടുക്കാൻ വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുകയും നീതി അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുകയും അതുകൊണ്ട് നിന്നില്ല, അവനെ ദാസനായി സ്വീകരിക്കുകയല്ല ചെയ്തത്. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടു. ദൈവത്തിന്റെ ദാസനാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അല്ല, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് അവിടുന്ന് തന്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യനെ, ലോകത്തെ അത്രമാത്രം രക്ഷിക്കാൻ തക്കവണ്ണം അത്രമാത്രം അവിടുന്ന് മനുഷ്യന്റെ മഹനീയതയെ വിലമതിച്ചത്, കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. വീണ്ടും നമ്മൾ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശുദ്ധ ജോൺ പോൾ II തിരുമേനി
ഈ ഒരു സംഗതിയെ സമീപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. വീണ്ടും അതിനു വേണ്ടി തന്നെ അത് കൂടുതൽ ആഴത്തിലൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യരക്ഷകൻ എന്നതിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്തു വായിച്ചു. 10-ാം ഖണ്ഡിക. അത് ഇപ്രകാരമാണ്. മനുഷ്യരക്ഷകൻ എന്നത് എന്താണെന്നുള്ളത് വളരെ പുതുതായിട്ടോ അല്ലെങ്കിൽ അതിന് ഈ കഴിഞ്ഞ സെഷൻ കൂടാത്തവർക്കോ വേണ്ടിയുള്ള ഒരു അറിയിപ്പായിട്ട് ഒരു പറയട്ടെ. മനുഷ്യരക്ഷകൻ എന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനിയുടെ ഏറ്റവും ആദ്യത്തെ ചാക്രിക ലേഖനമാണ്. അത് ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ മനുഷ്യനെ തേടി വരുന്ന സ്നേഹത്തെയും അവിടുത്തെ നിതാന്തമായ കാരുണ്യത്തെയും കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ അത് കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ മഹനീയമായ അവസ്ഥയെ കുറിച്ചിട്ടാണ്. ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ലാത്ത അത്രമേൽ ഉന്നതമാണ് മനുഷ്യന്റെ മാഹാത്മ്യം, മനുഷ്യന്റെ മഹത്വം എന്ന് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരൊറ്റ വാക്കുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അത് അതുപോലെ തന്നെ ഞാൻ കോട്ട് ചെയ്യാം. മനുഷ്യൻ 10-ാമത്തെ ഖണ്ഡികയാണ്. ഇത്ര വലിയ ഒരു രക്ഷകനെ സമ്പാദിച്ചെങ്കിൽ അവൻ നശിക്കാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം തന്റെ ഏകപുത്രനെ നൽകിയെങ്കിൽ സൃഷ്ടാവിന്റെ കണ്ണുകളിൽ മനുഷ്യൻ എത്ര അമൂല്യനായിരിക്കണം, എത്ര അമൂല്യനായിരിക്കണം. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്കൊന്ന് കിനിഞ്ഞിറങ്ങണം. കാണാതെ പോയ ആടിന്റെ ഉപമയിൽ നമ്മൾ കണ്ടു, 99 എണ്ണം ഉണ്ടല്ലോ. ഭൂരിപക്ഷത്തിന്റെ ആശ്വാസത്തിലല്ല ഇടയൻ ഇരുന്നത്. കാണാതെ പോയ ഒന്നിന്റെ വേപധുവിലാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒന്നും ഒട്ടും നിസ്സാരമല്ലെന്നും മഹത്വത്തിൽ എല്ലാം തുല്യമാണെന്നും ഒരുവൻ കാണാതെ പോയാൽ കാണാതെ പോയവന്റെ മഹത്വം അവിടെ പ്രസക്തമാണെന്നും മനസ്സിലാക്കി കണ്ടു കിട്ടുന്നിടം വരെ അടിച്ചു വാരുന്ന ഇടയനെ കുറിച്ച് നമ്മൾ കണ്ടു കിട്ടുന്നിടം വരെ തേടി ചെല്ലുന്ന ഇടയനെ കുറിച്ച് നമ്മൾ കണ്ടു. വീണ്ടും തന്റെ മഹത്വം അറിയാതെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു നാണയം. ആ നാണയത്തിന് തന്നെ അറിയില്ല തന്റെ മഹത്വം. എല്ലാ കാലത്തെയും മനുഷ്യാത്മാവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ദൈവത്തിന്റെ തിരിതെറ്റിയിലായിരിക്കുന്ന കുഞ്ഞു നാണയമാണത്. മനുഷ്യന്റെ ആത്മാവ്. ഈ ആത്മാവിനെ കണ്ടു കിട്ടുവോളം അടിച്ചു വാരുന്ന പെണ്ണിന്റെ സ്നേഹത്തോട് ഉപമിച്ചു. റഹാമിൻ എന്നൊക്കെ നമുക്ക് പറയാം. കണ്ടു കിട്ടുവോളം അടിച്ചു വാരുന്ന പെണ്ണിന്റെ നനവാർന്ന തീക്ഷ്ണതയുള്ള അവസാനിക്കാത്ത ആ സ്നേഹം. വീണ്ടും അതിന്റെ തുടർച്ച എന്ന വണ്ണവും പൂർത്തീകരണവും എന്ന വണ്ണവുമാണ് നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമ കണ്ടത്. അതുകൊണ്ട് അവൻ നശിക്കാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം തന്റെ ഏകപുത്രനെ നൽകിയെങ്കിൽ അവൻ നശിക്കാതെ, മനുഷ്യൻ നശിക്കാതെ തന്റെ ഏകപുത്രനെ നൽകിയെങ്കിൽ സൃഷ്ടാവിന്റെ കണ്ണുകളിൽ മനുഷ്യൻ എത്ര മഹനീയനായിരിക്കണം. മാർപ്പാപ്പ ചോദിക്കുക, കണ്ടുകിട്ടുവോളം തേടി ചെല്ലുന്ന ഇടയന്റെ സ്നേഹം, കണ്ടുകിട്ടുവോളം അടിച്ചു വാരുന്ന പെണ്ണിന്റെ സ്നേഹം, വരാതിരിക്കില്ല എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് സദാകാലവും രാത്രി പകലും ഭേദമില്ലാതെ കാത്തു നിൽക്കുന്ന അപ്പന്റെ സ്നേഹം, അത്രമേൽ ആ സ്നേഹത്തിനെല്ലാം പാത്രീഭൂതനാകാൻ തക്കവണ്ണം അത്രമേൽ അമൂല്യനാണ് മനുഷ്യൻ എന്ന് മാർപ്പാപ്പ അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി അടുത്തത്, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതാണ്, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിലയെക്കുറിച്ചുള്ള, മഹനീയതയെക്കുറിച്ചുള്ള ആഴമായ ആ അതിശയത്തിന്റെ പേരാണ് സുവിശേഷം. സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത് മനുഷ്യന്റെ മഹത്വമാണ്. പകരം വെക്കാനാകാത്ത അവന്റെ മഹനീയതയാണ്. നിഷേധിക്കാനാവാത്ത അവന്റെ അവൻ സ്നേഹപാത്രമാണ് എന്നുള്ള വസ്തുതയാണ്. അടുത്തത് ഇതാണ്, അതായത് നല്ല വാർത്ത, ക്രിസ്തീയത്വം എന്നും അത് വിളിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യന്റെ മഹത്വത്തെ ഒന്നാമതും
ക്രിസ്തീയതയെ രണ്ടാമതുമായി അവിടുന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് എത്രമേൽ മഹനീയനാണ് മനുഷ്യൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് രക്ഷകന്റെ റെദംതോറിസ് ഹോമിനിസ്, മനുഷ്യരക്ഷകൻ അല്ല പിന്നെ മനുഷ്യരക്ഷകൻ എന്ന ഈ ചാക്രിക ലേഖനം. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ അവിടെ പൂർണ്ണമാക്കുകയാണ്. കുരിശിൽ യേശുമിശിഹാ തമ്പുരാൻ സകല മനുഷ്യർക്കും വേണ്ടി തന്റെ പീഡ അനുഭവിച്ചു. അവർണ്ണനീയമായ പീഡകളിലൂടെ അവൻ നീതിക്ക് സ്വയം കീഴടങ്ങുകയും കാരുണ്യത്തെ വെളിവാക്കുകയും ചെയ്തു. ക്രിസ്തുവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ. ക്രിസ്തുവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അഗ്രാഹ്യമായ വെളിപ്പെടലിന്റെ അത്യുച്ചയിലുള്ള ദൃഷ്ടാന്തം. ക്രിസ്തു മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ളത്. അവിടുന്ന് മൃതരുടെ ദൈവമല്ല, പിന്നെയോ ജീവിക്കുന്നവരുടെ ദൈവമാ. സകലരും ജീവിക്കാൻ വേണ്ടി, സദാകാലവും അവിടുത്തെ ആശ്രയം കണ്ടെത്താൻ വേണ്ടി, സകല മനുഷ്യരും ദൈവപുത്രന്റെ മഹനീയതയിലേക്ക് ഉയരാൻ വേണ്ടി അവിടുന്ന് കുരിശിൽ അവർണ്ണനീയമായ പീഡകൾ സഹിക്കുകയും അവസാനം അവിടുന്ന് തന്റെ ജീവനെ ബലിയായി കൊടുത്തുകൊണ്ട് അനേകരുടെ ജീവനെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവിടുന്ന് മരിക്കുകയും ചെയ്തു. ഇനി ഒന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്, കുരിശല്ല പെസഹ രഹസ്യത്തിന്റെ അവസാനം, പ്രത്യുത ഒഴിഞ്ഞ കല്ലറയാണ്. അവിടുന്ന് ആദ്യ ജാതനാണ്, ആദ്യമായി ഉയർത്തവനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ദൈവത്തിന്റെ പുത്രനും നമ്മളെല്ലാവരും അവിടുത്തെ ദത്തുപുത്രനുമാണ്. ഈ പുത്രന്റെ അതിമഹനീയമായ ഉദ്ധാനത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് കുരിശിന്റെ ഏറ്റവും വലിയ ഗുണവും അതിന്റെ ആനന്ദത്തിന്റെ പരിസമാപ്തി. മരിച്ചവരെ കുറിച്ച് നാം പ്രത്യാശയില്ലാത്തവരെ പോലെ വിലപിക്കരുതെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. നാം എല്ലാവരും ക്ഷണനേരം കൊണ്ട് രൂപാന്തരപ്പെടും. നാം എല്ലാവരും അവനോടുകൂടെ ആയിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതം ഇവിടെ ഒടുങ്ങാനുള്ളതല്ല, പ്രത്യുത ഇവിടെ ഒരു തുടങ്ങലാണ്, ഒടുക്കമല്ല തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനശ്വരതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നവനാണ് അവിടുന്ന്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ പല മാളികകളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ നമ്മുടെ നിത്യപ്രാപ്തിയെക്കുറിച്ച്, നിത്യവാസത്തെക്കുറിച്ചും സ്വർഗപ്രാപ്തിയെക്കുറിച്ചും അവിടെ നമ്മളോട് സംസാരിച്ചു. ഒഴിഞ്ഞ കല്ലറയും ഒഴിഞ്ഞ കുരിശും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുരിശിന്റെ വിജയത്തെയും ഉദ്ധാനത്തിന്റെ മഹിമയെയും ക്രിസ്തുവിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തെയും ഓർമ്മപ്പെടുത്തുന്ന യുഗാന്ത്യോന്മുഖപരമായ അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാപിച്ചു. മാത്രമല്ല, വളരെ പ്രത്യേകമായി നമ്മൾ കുരിശിന്റെ വിവിധങ്ങളായ നിർവചനങ്ങൾ നമ്മൾ കണ്ടു. ദൈവ മനുഷ്യ ഉടമ്പടിയുടെ എന്നേരവും പുതുക്കപ്പെടുകയും വീണ്ടും ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഇടറിപ്പോവുകയും ചെയ്ത മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ നടുവിൽ ശാശ്വതവും ഇനി ഒരിക്കലും പുതുക്കപ്പെടേണ്ടാത്തതുമായ ഉടമ്പടിയായി കുരിശ് നിൽക്കുന്നു. കുരിശ് ഉദ്ധാനത്തിന്റെ സാക്ഷ്യമായി നിൽക്കുന്നു. കുരിശ് പ്രഘോഷണത്തിന്റെ മൂർത്തിമദ്ഭാവമായി നിൽക്കുന്നു. കുരിശ് ദൈവകരുണയുടെ പ്രതിരൂപമായി നിൽക്കുന്നു. കുരിശ് മനുഷ്യനോട് ദൈവം കാണിച്ച സ്നേഹത്തിന്റെ മഹത്വപൂർണമായ വിളംബരമായി നിൽക്കുന്നു. കുരിശ് നിത്യജീവന്റെ അച്ചാരമായി നിൽക്കുന്നു. കുരിശ് നാം ഈ ലോകത്തിലുള്ളവരല്ല, മറുലോകത്തിലുള്ളവരാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. കുരിശ് പിശാചിനെതിരായ നമ്മുടെ പടയായുധമായി നിൽക്കുന്നു. ലോകത്തോടും അതിന്റെ ആഡംബരങ്ങളോടും ഇല്ല, വേണ്ട എന്ന് പറയാനുള്ള നമ്മുടെ ആ തീരുമാനത്തിന്റെ അടയാളമായി നിൽക്കുന്നു. വിവിധങ്ങളായ രീതിയിൽ നമ്മൾ കുരിശിനെ നിർവചിക്കുകയും സമീപിക്കുകയും ചെയ്തു. ഇനി നമ്മൾ കാരുണ്യത്തിന്റെ അമ്മ എന്ന ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സവിശേഷമായ ഒരു സ്ഥാനം രക്ഷാകര ചരിത്രത്തിലുണ്ട്. അത് നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദിയിലെ അവളെ തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ പരിശുദ്ധ മാതാവിന്റെ ജപമാലയുടെ ഏറ്റവും അവസാനത്തെ പ്രണാമ ജപത്തിൽ നമ്മളത് പറയുന്നുണ്ട്. നമ്മളതിലേക്ക് കടന്നു വരും. അതിനു മുമ്പ് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്ര ഗീതത്തിൽ അവിടുന്ന് പറഞ്ഞു, പരിശുദ്ധ മറിയം പറഞ്ഞു, അവിടുത്തെ കാരുണ്യം തലമുറ തോറും നിലനിൽക്കുന്നു.
അവിടുത്തെ കാരുണ്യം തലമുറ തോറും നിലനിൽക്കുന്നു എന്ന് മാഗ്നിഫിക്കത്തായില് പരിശുദ്ധ മറിയം പറയുകയാണ്. ഇത് ഒരു പ്രവചനവും കൂടിയാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ കാരുണ്യമുണ്ടായി, ആ കാരുണ്യം അസ്തമിക്കുന്നു, കാരണം അവർ മറുതലിക്കുന്നു. ഇതായിരുന്നു ഇസ്രയേലിന്റെ ചരിത്രം. ഇസ്രയേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതങ്ങനെയാണ്. ദൈവം തമ്പുരാൻ ഒരു പ്രത്യേക നിയമം കൊടുക്കുന്നു. ആദ്യത്തെ 2 ദിവസം അത് അനുസരിക്കുന്നു, 3-ാം ദിവസം വഴിതെറ്റുന്നു, അവിടെ വീഴ്ചയുണ്ടാകുന്നു, അവിടെ പ്രവാചകന്മാർ വഴി സംസാരിക്കുന്നു, അവിടെ ഒരു വിലാപം ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടെടുപ്പ് ഉണ്ടാകുന്നു. അപ്പൊ വീഴ്ച, വിലാപം, വീണ്ടെടുപ്പ് എന്നിങ്ങനെ 3 കാര്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ സമൃദ്ധമായ നിലനിൽക്കുന്ന കരുണ ഇനി അങ്ങോട്ട് തലമുറ തോറും നിലനിൽക്കുന്നു. ഇനി അങ്ങോട്ടെന്നുള്ളത് മാത്രമല്ല, മുന്നോട്ടും പുറകോട്ടും അത് സഞ്ചരിക്കുകയാണ്. ക്രിസ്തുവിന് മുമ്പേക്കും ക്രിസ്തുവിന് പിൻപിലേക്കും, ചരിത്രത്തിന്റെ 2 വശങ്ങളിലേക്കും ദൈവത്തിന്റെ അന്യൂനമായ അവികലമായ കൃപ, കാരുണ്യം അങ്ങനെ സമൃദ്ധമായി നിലനിൽക്കുമെന്ന് പ്രവചനാത്മകമായി പറയുന്നതാണ് അവിടെ മാഗ്നിഫിക്കത്തായാലും മറിയം. അപ്പോ അതൊരു പ്രവചനാത്മകമായ പ്രസ്താവനയാണ്. അത് രക്ഷാകര ചരിത്രത്തിന്റെ യഥാർത്ഥത്തിൽ ആദ്യം ആരംഭിക്കുന്നതിന്റെ ഒരു നാഴികക്കല്ല. എവിടെയാണ് ക്രിസ്തുവിന്റെ രക്ഷയുടെ പ്രഘോഷണം ആരംഭിച്ചത് എന്ന് ചോദിച്ചാല് നമ്മൾ പറയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ വാക്കായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടത് അല്ലയോ എന്ന 12-ാമത്തെ വയസ്സിലെ ചോദ്യത്തോടു കൂടിയോ മറ്റോ ആണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, രക്ഷയുടെ സുവാർത്ത ആഘോഷിക്കപ്പെട്ടത്, അത് ആദ്യമായി പറയപ്പെട്ടത് പരിശുദ്ധ മറിയത്തിന്റെ ഈ വാക്കുകളിലൂടെയാണ് എന്ന് നിസ്സംശയം മുന്നോട്ട് വെക്കാൻ ഈ ഒരു അധ്യായം നമ്മളെ സജ്ജരാക്കുന്നു. പ്രവചനാത്മകമായി ഈ പ്രസ്താവനയിലൂടെ കാരുണ്യത്തിന്റെ ഒരു യുഗമാണ് അവിടെ ആരംഭിക്കുന്നത് എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞത് സമ്മതിക്കാതെ നമുക്ക് വയ്യ. അതാണ് സത്യം. അതിനുശേഷമാണ് ആ നിമിഷത്തിലാണ് പരിശുദ്ധ മറിയം ഇത് കർത്താവിന്റെ ദാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ ഉദരത്തിൽ യേശു മിശിഹാ തമ്പുരാൻ ആയിരിക്കുമ്പോൾ തന്നെ അവൾ കാരുണ്യത്തിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം തന്റെ നാവിലൂടെ അവൾ പ്രസ്താവിക്കുകയാണ്. അപ്പോഴേ ക്രിസ്തു പ്രവർത്തന നിരതനാണെന്ന് ചുരുക്കം. അപ്പോ അതുകൊണ്ട് എന്തായി? കാരുണ്യത്താൽ മുദ്രയടിക്കപ്പെട്ട ദൈവജനത്തിന്റെ തലമുറകൾ ഉണ്ടായി എന്ന് അവിടെ മാർപ്പാപ്പ പറയുകയാ. പിന്നീട് അങ്ങോട്ട് എന്നല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തലമുറകൾ ഉണ്ടായി. എന്റെയും നിങ്ങളുടെയും തലമുറ. ഇത് നമ്മൾ വളരെ ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാനയിൽ ഓർക്കാറുണ്ട്. റുഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് 4-ാം ഗഹാന്തയുടെ കുശാപ്പയായിട്ട്, 4-ാം ഗഹാന്തയുടെ കുനിഞ്ഞ് പ്രാർത്ഥന, യാതനാ പ്രാർത്ഥന, അതെ 4-ാം ഗഹാന്തയുടെ പ്രാർത്ഥനയായിട്ട് ഇപ്രകാരമാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാർമികൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പി 4-ാം ഗഹാന്ത പ്രാർത്ഥന ചൊല്ലുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നീതിമാന്മാരും വിശുദ്ധരും അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലമുറ തോറും നമ്മൾ ഇതിന് അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഇതിനകത്ത് നമ്മൾ തലമുറകളെ മുഴുവൻ ഓർക്കുകയാ ചെയ്യുന്നത്. ഇത് പരമ്പരയാ നമുക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരുണയുടെ പരമ്പരയെ നമ്മൾ ഓർക്കുകയാ ചെയ്യുന്നത്. കർത്താവെ, എളിയവരും ക്ലേശിതരുമായി ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ തലമുറകൾ എന്ന് മറിയം പ്രവചിച്ചതിനെ നമ്മൾ ഇന്ന് ഏറ്റുപറയുക. ഈ കരുണയുടെ തലമുറയാണ് ഞങ്ങൾ. തലമുറ തോറും കരുണ സ്വീകരിക്കുകയും കരുണാർദ്രമായ സ്നേഹത്തിന് വഴിപ്പെടുകയും അവിടുത്തെ കരുണ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുകയും ചെയ്യുന്ന തലമുറകളുടെ പരമ്പരയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ ദൈവജനത്തിന്റെ തലമുറ തോറും സഞ്ചരിക്കുന്ന നാൾ വഴികളെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അടയാളപ്പെടുത്തുകയാണ്. വീണ്ടും ദൈവജനത്തിന്റെ ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല,
ദൈവജനത്തിന്റെ ഈ കാലത്തിനുപരിയായിട്ടുള്ള ഈ സഞ്ചാരമുണ്ടല്ലോ, തലമുറ തോറും നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ദൈവോന്മുഖമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ തലമുറ, ഇത് കുരിശിന്റെയും ഉത്ഥാനത്തിന്റെയും അടയാളം ഇടപെട്ടതും ക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്താൽ മുദ്രിതമാക്കപ്പെട്ടതുമാണ് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി പറയുന്നു. ഈ തലമുറയെ സവിശേഷവും അന്യാദൃശവും അസാമാന്യവുമായ രീതിയിൽ പരിചരിച്ചവളാണ്. ആ തലമുറയ്ക്ക് വേണ്ടി കരുണ ലഭിച്ചവളാണ് മറിയം. ദൈവജനത്തിന് വേണ്ടി അസാമാന്യമായ രീതിയിൽ, അവൾക്ക് സവിശേഷമായ രീതിയിൽ, മറ്റൊരിടത്തും കാണാത്തമായ രീതിയിൽ അവൾക്ക് കരുണ ലഭിക്കുകയാണ്. എവിടെയാണ് അവൾക്ക് കരുണ ലഭിക്കുന്നത്? ദൈവകരുണയുടെ അസാമാന്യമായ വെളിപ്പെടുത്തലിന്റെ ഒരു ആളടയാളമായിരുന്നു മറിയം. നസറേത്തിലെ ഒരു കന്യകയായിരുന്ന അവളുടെ ജീവിതത്തിനകത്തേക്ക് ആദിയിലെ നിശ്ചയിച്ച ദൈവം തമ്പുരാൻ, കരുണാപൂർവം അവളെ തെരഞ്ഞെടുത്ത ദൈവം തമ്പുരാൻ മാലാഖയെ അയക്കുന്ന നിമിഷം മുതൽ, അതിനു മുമ്പ് അവൾ ജനിച്ചത് തന്നെ ദൈവത്തിന്റെ കരുണയുടെ സവിശേഷമായ അടയാളമാണ്, ഉത്ഭവപാപമില്ലാതെ. അവിടം തൊട്ടിട്ട്, ജനന നിമിഷം തൊട്ടിട്ട് ഇങ്ങോട്ട് അവൾ കരുണയ്ക്ക് പ്രത്യേകമായ വിധത്തിൽ പാത്രീഭൂതയായവളാണ്. കുരിശിൻ ചുവട്ടിലെ മറിയം സവിശേഷമായ രീതിയിൽ ദൈവത്തിന്റെ കാരുണ്യത്താൽ താങ്ങപ്പെട്ടവളാണ്. ദൈവത്തിന്റെ കാരുണ്യത്താൽ അവിടെ നിൽക്കപ്പെട്ടവളാണ്. അതേ അവൾ തന്നെ ദൈവമായ ക്രിസ്തുവിന്റെ കാരുണ്യത്തെ തലമുറ തോറും പകരാൻ വേണ്ടി അമ്മയുടെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടവളാണ്. ദൈവത്തിന്റെ കാരുണ്യത്താൽ അവൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ സംഗതികളെയും സംഗ്രഹിച്ചു എന്ന് നമ്മൾ കണ്ടു. വിശുദ്ധ ലൂക്കായുടെ മറിയത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള ഏറ്റവും സമഗ്രമായ ചെറുചിത്രം ഒരു കുഞ്ഞു വാക്കാണ്. അവളോ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു. ദൈവത്തിന്റെ കരുണ ഉറഞ്ഞുകൂടിയ അവളുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അവൾ ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുക. വീണ്ടും അവൾ ദൈവകാരുണ്യത്തിന്റെ പദ്ധതിയിൽ മറിയത്തോളം ഉൾച്ചേർന്ന വേറൊരാളില്ല. ദൈവകാരുണ്യം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ മറിയത്തെ പോലെ നിർബന്ധിച്ച മറ്റൊരാളുണ്ടോ? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനി ആയിട്ടില്ല. അർത്ഥപൂർണമായ ഒരു നിശബ്ദതയ്ക്ക് ശേഷം മറിയം പറഞ്ഞില്ലേ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ. അവന്റെ കരുണയെ അവൾ നിർബന്ധിച്ചില്ലേ? സമക്ഷത്തിൽ മാനം കെടാതിരിക്കാൻ വേണ്ടി, ഒരു കുടുംബം എന്നേക്കുമായി അപഹാസ്യരായി തീരാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപയെ നിർബന്ധിച്ചവളാണ് അവൾ. ദൈവ കരുണയുടെ സ്ഥാനപതി എന്ന് ധൈര്യപൂർവ്വം നമുക്ക് അവളെ വിളിക്കാം. കാരണം ക്രിസ്തുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് മറിയത്തിന്റെ കാരുണ്യത്തിന്റെ തിക്കുമുട്ടലിലാണ് എന്നിപ്പോൾ നമ്മൾ അറിയുന്നു. അവള് അവിടം തൊട്ടിട്ട് അവനൊപ്പം, അവിടം തൊട്ടിട്ടല്ല, എന്നാലും ഞാൻ പറയുക, സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ അവനോടൊപ്പം കരുണാപൂർവം അവള് നിന്നില്ലേ അവന്റെ മരണം വരെ. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ നല്ല ഒന്നാം തരം ശിഷ്യന്മാരായി 12 ആണുങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ 12 പേരും 12 വഴിക്ക് ഓടിയപ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുരിശിന്റെ അടുത്ത് നിൽക്കാൻ. പേരിന് മാത്രം, തീരെ അങ്ങ് നാണം കെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ പ്രതിനിധിയായി ഒരു യോഹന്നാൻ. ബാക്കി മുഴുവൻ അധൈര്യർ എന്ന് നമ്മൾ കാലാകാലമായി മുദ്രയടിച്ച് മാറ്റി നിർത്തുന്ന അബലകൾ എന്നാണ് പറയുക. ബലമുള്ള സ്ത്രീകളായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. അവരെ ഒക്കെ മാറ്റി നിർത്തിയാൽ അവന്റെ അമ്മയായിരുന്നു കുരിശിന്റെ സന്നിധിയിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പ്രസക്തരല്ല. അവന്റെ അമ്മ തകരാതെ അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറുവാക്യം പോലും
നഷ്ടപ്പെടാതെ എഴുതിയെടുത്ത ആ ശിഷ്യന്മാര്, ആ സുവിശേഷകന്മാര് മറിയം തെറുത്തു നിന്നിരുന്നെങ്കിൽ, മറിയമൊന്ന് ചുണ്ടനക്കിയിട്ട് എന്തിനിതെന്റെ ദൈവമേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, നീ എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന ഏലി ഏലി ലമാനാ ശബക്കത്താനി എന്ന വാക്യം കേട്ടപ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് വേണ്ടായിരുന്നു യഹോവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ആനത്തല വലുപ്പത്തിൽ അവിടെ എഴുതി വെക്കുമായിരുന്നു. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണുന്നില്ല. മറിയം ഒരക്ഷരം പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം ദൈവത്തിന്റെ കരുണ തലമുറ തോറും പ്രസരിക്കേണ്ടതിന് ദൈവനീതി നടപ്പാകുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും അവിടുത്തെ നീതി നടപ്പാക്കുന്നതിന്റെയും മുമ്പിൽ താൻ വിശ്വസ്തതാപൂർവം സമർപ്പിച്ചുകൊണ്ട് മറിയം ദൈവ കരുണ പ്രസരിക്കുവാനുള്ള പ്രചോദന ഘടകമായി കുരിശിന്റെ ചുവട്ടിൽ നിന്നു. അതിമനോഹരമായ, ഹൃദയത്തിൽ കലക്കമുണ്ടാകാതെ വായിക്കാൻ പറ്റാത്ത ഒരു വാക്യം പാപ്പ അവിടെ എഴുതി ചേർത്തിരിക്കുന്നു. കാരുണ്യം നീതിയെ ചുംബിക്കുന്നത് അവൾ കണ്ടു, അറിഞ്ഞു, അനുഭവിച്ചു. കാരുണ്യം നീതിയെ ചുംബിക്കുക എന്നതൊരു പുതിയ ആശയമല്ല. കുരിശിന്റെ ചുവട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ പ്രവചനാത്മകമായ ഈ ഒരു അടിസ്ഥാനത്തിലുള്ള പ്രവചനാത്മകമായ ചിത്രീകരണം സങ്കീർത്തനം 85 10, 11 തിരുവചനങ്ങളിലുണ്ട്. കാരുണ്യവും നീതിയും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്നും ഭൂമിയെ കടാക്ഷിക്കും. അതവൾ കണ്ടു. ഈ വാക്യങ്ങൾ നിവൃത്തിയാകുമാറ് നീതിയും കാരുണ്യവും തമ്മിൽ ഒരുമിക്കുന്നതും നീതി നിഷ്പ്രഭമാകുന്നതും നീതി നിറവേറ്റപ്പെടുന്നതും അതിനുമപ്പുറത്തേക്ക് കാരുണ്യം എന്നത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നിറവേറ്റപ്പെടുന്നതും അവൾ കണ്ടു. കുരിശിലെ അത്യുഗ്രമായ സംഭവത്തിന് സർവാതീതമായ നീതിയും സ്നേഹവും തമ്മിലുള്ള അത്യുഗ്രമായ കൂട്ടുമുട്ടലിന്റെ ആഴവും വ്യാപ്തിയും അവൾ അനുഭവിച്ചു. മാർപ്പാപ്പ രേഖപ്പെടുത്തുന്നു. അങ്ങനെ സംഭവിക്കട്ടെ, ഫിയാക്സ് എന്ന വാക്ക് തൊട്ടിട്ട് സകലതും പൂർത്തിയായി എന്ന അവളുടെ പുത്രന്റെ അവസാന മൊഴി വരെയും കരുണയുടെ ആളടയാളമായിക്കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നതിന് സാക്ഷിയായിക്കൊണ്ട് അവൾ അവിടെ ചേർന്ന് നിന്നു. ദൈവിക കരുണ എന്താണെന്ന് മറിയത്തോളം നന്നായി അറിഞ്ഞ ആരുമില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ എന്ന്. രാപ്പനി മറിയത്തോളം അറിഞ്ഞ വേറെ ആരുണ്ട്? കാരണം അവൾ പുത്രന്റെ കൂടെ മാറോട് ചേർത്ത് കിടന്നവളാണ്. ദൈവത്തിന്റെ കരുണയെ തന്റെ കരത്തിൽ സംവഹിച്ചവളാണ്. ആദ്യം കുഞ്ഞായും പിന്നീട് ദൈവനീതി നിച്ഛേദനമാക്കിയ അഥവാ ദൈവനീതിക്ക് വഴിപ്പെട്ട് അവൻ തന്റെ ജീവനെ കൊടുത്തപ്പോൾ അവൻ ദൈവ കരുണയുടെ ദൃശ്യഭാവമായി മൃതശരീരമായി അവൻ അവളുടെ മടിയിൽ കിടന്നു. രണ്ടും ഒരേ മറിയത്തിന്റെ മടിയിൽ. അതുകൊണ്ട് അവളോളം നന്നായി എന്താണ് ദൈവകരുണ എന്നുള്ളത് അറിയാവുന്ന വേറൊരു വ്യക്തിയില്ല. സുവിശേഷത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളെയും പെസഹ രഹസ്യത്തിന്റെ അതിഭൗതികവും സ്വർഗീയവുമായ മാനങ്ങളെയും സ്വന്തം ഹൃദയത്തിൽ സംവഹിച്ചവളാണ് അവള്. അതുകൊണ്ട് അവളെ നമ്മള് കാരുണ്യത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു. അവൾ ദൈവകരുണയുടെ മാതാവാണ്. പരിശുദ്ധരാജ്ഞി എന്ന സുപ്രസിദ്ധമായ ജപത്തിൽ നാം ചൊല്ലുന്നു, പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ആയുസിൻ മധുരവും ശരണവുമേ സ്വസ്തി, ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ. അവിടെ നമ്മൾ കരുണയുടെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് മറിയം അനുഭവിച്ച കരുണ, മറിയത്തിലൂടെ ചൊരിഞ്ഞ കരുണ, മറിയം കണ്ട കരുണ,
മറിയം കടന്നുപോയ കരുണ, മറിയം ദൃക്സാക്ഷിയായ കരുണ, മറിയം ഭാഗഭാക്കായ കരുണ, അതിനെക്കുറിച്ച് നമ്മൾ അവിടെ ഓർമ്മിക്കുന്നു, സാദരം പ്രഘോഷിക്കുന്നു, നമ്മൾ കൊണ്ടാടുന്നു. ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48. ഭൗമികമായ മാനദണ്ഡത്തിൽ എവിടെയാ അവൾക്ക് ഭാഗ്യമുണ്ടായിരുന്നത്? എപ്പോഴും അവൾക്കുണ്ടായിരുന്നത് അനിശ്ചിതത്വമായിരുന്നില്ലേ? എവിടെയും സുസ്ഥിരതയില്ലായ്മയായിരുന്നില്ലേ അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്? അവളുടെ ഭർത്താവോ അവളുടെ മകനോ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നേടി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ഇല്ലായ്മയുടെയും വറുതുകളുടെയും മധ്യത്തിലല്ലേ അവൾ വളർന്നത്? സ്വന്തം പുത്രനെ പ്രസവിക്കാൻ ഒരു കട്ടിലും കിടക്കയും ഒരു പേറ്റച്ചിയും ഉണ്ടാവുക എന്നത് ഏതൊരു സ്ത്രീയുടെയും യഥാർത്ഥത്തിൽ പകരം വെക്കാനാവാത്ത ഒരു അവകാശമല്ലേ? ഒരിത്തിരി ചൂടുവെള്ളം ഒരു അവകാശമല്ലേ? ഒരു മനുഷ്യന് പ്രാണവായു പോലെയല്ലേ ഒരു പെണ്ണിന് കിടക്കാൻ, പ്രസവിക്കാനുള്ള ഒരു ഏറ്റവും മിനിമം സാഹചര്യങ്ങൾ? അതുപോലും ഇല്ലാതിരുന്ന അവൾ ഏതു വശത്താ ഭാഗ്യവതി എന്ന് പറയുന്നത്? എന്ത് കാരണത്താലാണ് നമ്മൾ ഭാഗ്യവതി എന്ന് പറയുന്നത്? തന്റെ പുത്രനെയും കൊണ്ട് മിസ്രയീമിലേക്ക് അവൾ ഓടേണ്ടി വന്നില്ലേ? എന്ത് കാരണത്താൽ അവൾ ഭാഗ്യവതിയാകുന്നത്? കയ്യിലിരിക്കുന്നത് ലോകരക്ഷകനാകുന്ന, ലോകൈകനാഥനാകുന്ന, സമാധാന പ്രഭുവായിരിക്കുന്ന, അഥവാ അങ്ങനെ വാഴ്ത്തപ്പെടേണ്ടുന്ന പൊടിക്കുഞ്ഞാണെന്ന് അറിയുമ്പോഴും തന്റെ വസ്ത്രത്തിനുള്ളിൽ അവനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രാഖി രാമാനം കാലുവെന്ത പട്ടിയെ പോലെ ഒരു പാവം ആശാരിയും അവന്റെ പെമ്പറനൂത്തിയും കൂടെ മിസ്രയീം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ എവിടെയാ അവളുടെ ഭാഗ്യം? എവിടെയാണ് അവൾ തന്റെ പുത്രനെ നഷ്ടപ്പെട്ട് വേപഥു പൂണ്ട് ദേവാലയത്തിന് ചുറ്റും നിൽക്കുമ്പോൾ നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞാല് അതൊരു ക്രൂരമായ ഫലിതം മാത്രമായി മാറുകയല്ലേ? അവിടെ അവൾക്ക് ഭാഗ്യമുണ്ടായിരുന്നോ? 3-ാം ദിവസമാണ് കിട്ടുന്നത്. വീണ്ടും തന്റെ പുത്രൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി നാട്ടിൽ നിന്ന് നാട്ടിലേക്ക്, ദേശത്തിൽ നിന്ന് ദേശത്തിലേക്ക് അവിടെ രക്ഷയുടെ ദൂതുമായി സംസാരിക്കുമ്പോൾ, സുവിശേഷം പറഞ്ഞുകൊണ്ടും രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുമ്പോൾ, ഒരു വാക്ക് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു വാക്ക് സംസാരിക്കാനും അവനോടൊത്തായിരിക്കാനും വേണ്ടി അവൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തത്. എവിടെയാ ഭാഗ്യം? അവൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിന്റെ പേരെന്ന് പറഞ്ഞ്, അവൾക്ക് വേണ്ടി അവൻ കൊടുത്ത എന്തെങ്കിലും ഒരു ഭൗതിക വസ്തുവിന്റെ പേര് പറഞ്ഞ് എവിടെയാ ഭാഗ്യം? ഇനി കൃത്യമായി പറഞ്ഞാൽ അവനെ പരസ്യ ജീവിതത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്തത്? അവള് തള്ളിവിടുകയല്ലേ ചെയ്തത്? അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന കാനായിലെ കല്യാണത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അതായിരുന്നു ആഫ്റ്റർ എഫക്റ്റ്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കാൻ വേണ്ടി അവൾ ഒരുക്കിയ ഒരു നാടകമായിരുന്നില്ലേ അത്? അതിലെ പ്രധാന കഥാപാത്രമായിരുന്നില്ലേ അവൾ ആ ഫലമല്ലേ ആഗ്രഹിച്ചത്? എവിടെയാ ഭാഗ്യം? ശിഷ്യന്മാരും അവരും കൂടി വീണ്ടും പിന്നെ പലസ്തീനയിലേക്കും ഗലീലയിലേക്കും യോർദാനിന്റെ മറുകരയിലേക്കും അവിടെ ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് എന്ത് ഭാഗ്യം കിട്ടിയെന്നാ പറയുന്നത്? അവസാനം ക്രൂശില് അവൻ നിഗ്രഹിക്കപ്പെടുമ്പോൾ, അവൻ കുരിശിന് മുമ്പായി വിവസ്ത്രനാക്കപ്പെടുമ്പോൾ, തിരുമുടിയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെടുമ്പോൾ, ഞാങ്ങണ കൊണ്ട് അവന്റെ മുഖത്തടിക്കുമ്പോൾ, മുഖത്ത് തുപ്പുമ്പോൾ, താടിമീശ വലിച്ചു പറിക്കുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അവളാണോ ഭാഗ്യവതി? അതോ കുരിശിലെ 7 മൊഴികളും ഒരു മറുവാക്ക് പോലും പറയാതെ കേട്ട്, ഒരു മറുവാക്ക് പോലും മറുത്തു പറയാതെ കേട്ട് അത് മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച ആ സമയത്തിന്റെ പേരാണോ ഭാഗ്യം എന്ന് പറയുന്നത്? മകൻ മടിയിൽ മരിച്ചു കിടക്കുന്ന ഒരമ്മയുടെ
ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീരിന്റെ പേരാണോ ഭാഗ്യം? ഭാഗ്യവതി എന്നത് മറ്റൊരർത്ഥത്തിൽ നാം സമീപിക്കേണ്ടിയിരിക്കുന്നു. തലമുറ തോറും അവൻ കരുണ വർഷിക്കും എന്ന വാക്യത്തെ, അവളുടെ വാക്യത്തെ നിവൃത്തീകരിക്കാൻ വേണ്ടി ധൈര്യവതിയായി, വിശ്വസ്തയായി, ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടത് കൊണ്ടാണ് അവൾക്ക് ഭാഗ്യം സിദ്ധിച്ചത്. ഭൗതിക സാഹചര്യങ്ങളിലെ ഭാഗ്യമല്ല, അത്യുന്നതമായ ആത്മീയതയിലെ ഭാഗ്യമാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ശാശ്വത നിശ്ചയപ്രകാരമാണ് അവൾ ഭാഗ്യവതിയാകുന്നത്. ആ പരിശുദ്ധ ത്രിത്വത്തിന്റെ ശാശ്വത നിശ്ചയപ്രകാരമുള്ള രക്ഷാകര പദ്ധതിയിൽ ഞാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് 100% ആത്മാർത്ഥതയോടുകൂടി ഭാഗഭാക്കായതുകൊണ്ടാണ് അവൾ ഭാഗ്യവതിയായി മാറുന്നത്. ആ ഭാഗ്യവതിയാണ് നമ്മള് പൂർവികമായി ഏറ്റവും അവസാന ജപമാലയുടെ അവസാന ജപത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും റൂഹാകുശ അനുഗ്രഹത്താൽ അങ്ങേപുത്രന് യോഗ്യമായ വാസസ്ഥലമാകാൻ ആദിയിലേ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. അവിടുത്തെ പുത്രന്റെ തിരുശരീരത്തിന്റെ വാസസ്ഥലമാകാൻ വേണ്ടി അവളെ തെരഞ്ഞെടുത്തപ്പോൾ 100% സമ്മതത്തോടുകൂടി ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിശ്വാസികളുടെ അഗ്രഗാമിയായി, മുൻപേ നടക്കുന്നവളായി. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന്റെ ജപമാലയിൽ ഇതേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി പറയുന്നത് അവൾ തീർത്ഥാടക സഭയിലെ ആദ്യ തീർത്ഥാടകയും അതിന്റെ കേന്ദ്രബിന്ദുവുമാണ് എന്ന്. അപ്പൊ ക്രൂശിതനും ഉദ്ധിതനുമായവന്റെ അമ്മയാണ് അവള്. അസാധാരണമായ രീതിയിൽ കാരുണ്യം സ്വീകരിച്ചവളാണ് അവള്. തന്റെ പുത്രന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് സകല മനുഷ്യകുലത്തിന്റെയും അമ്മ എന്ന യോഗ്യത സമ്പാദിച്ചവളാണത്. അവള് സ്വന്തം ജീവിതത്തിലെ അസഹനീയമായ നിമിഷങ്ങളിലാണ് അവളുടെ അരിയിട്ടുവാഴ്ച നടക്കുന്നത്. കുരിശിൽ വെച്ചിട്ട് ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണ്ട. കാരണം ഒരുപാട് കുരിശിലെ പീഡാനുഭവത്തെ കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ. അവൻ ഏങ്ങി ശ്വാസകോശത്തിൽ നിന്ന് പറയാൻ വേണ്ടിയുള്ള അതിഭീകരമായ ബുദ്ധിമുട്ടിനെ വകവെക്കാതെ അവൻ പറഞ്ഞത് ഇതാ നിന്റെ മകൻ എന്നാണ്. അങ്ങനെ അവന്റെ അമ്മയായിരിക്കുന്ന മറിയം സകല വിശ്വാസികളുടെയും മാതാവായിക്കൊണ്ട് നിഗൂഢവും അനന്യവുമായ വിധത്തിൽ പുത്രന്റെ മിശിഹാപരമായ ദൗത്യത്തിൽ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് പങ്കുചേരുകയാണ്. അതുകൊണ്ട് നാം അവളെ കരുണയുടെ മാതാവ് എന്ന് വിളിക്കുന്നു. കരുണയുടെ അതുല്യമായ പ്രകാശനം ദൈവം നടത്തിയത് കുരിശിലാണെങ്കിൽ ആ കുരിശിന്റെ ചുവട്ടിൽ വെച്ചിട്ട് മറിയം നമ്മുടെ മാതാവായി, കാരുണ്യത്തിന്റെ മാതാവായി അവനാൽ അവരോധിക്കപ്പെടുകയാണ്. അമ്മയുടെ സ്നേഹത്തോടു കൂടി അവന്റെ സന്നിധിയിലേക്ക് അന്ന് തൊട്ടിട്ട് അവൾ മനുഷ്യനെ അടുപ്പിക്കുന്നു. ആരെ അടുപ്പിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 7:22 വളരെ പ്രത്യേകമായി മാർപ്പാപ്പ ഇവിടെ അനുസ്മരിക്കുന്നു. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുത്തുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം ഘോഷിക്കപ്പെടുന്നു. മറിയം കുരിശിന്റെ ചുവട്ടിലേക്ക് കുരുടന്മാരെ ക്ഷണിക്കുന്നു. ആത്മീയമായ അന്ധതയും ഭൗതികമായ അർത്ഥത്തിലുള്ള ആന്ധ്യവും എല്ലാം രോഗികളെ ക്ഷണിക്കുന്നു, അടിച്ചമർത്തപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ആത്മീയ മുടന്തായാലും ഭൗതികമായ പരിമിതികളായാലും മറിയം ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. തകർക്കപ്പെട്ട സകലരെയും മറിയം കുരിശിന്റെ ചുവട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അവൾ കരുണയുടെ മാതാവാണ്. എന്തിനു വേണ്ടിയാണോ അവൾ ക്രൂശിൽ തന്റെ പുത്രനെ വിട്ടുകൊടുത്തത്, എന്ത് കാരണത്താലാണോ അവൾ അവിടെ ദൈവത്തോട് പ്രതിഷേധിക്കാതിരുന്നത്, ആ അതുല്യമായ കരുണയ്ക്ക്
മനുഷ്യനെ പാത്രീഭൂതനാക്കാൻ വേണ്ടി മറിയം നിതാന്തമായി ആഗ്രഹിക്കുന്നു സദാകാലവും കുരിശിൽ നിന്നൊഴുകുന്ന കാരുണ്യത്താൽ മുങ്ങിക്കുളിക്കാൻ മറിയം തൻ്റെ മക്കളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവളെ വിളിക്കുന്നു കാരുണ്യത്തിന്റെ അമ്മ. വീണ്ടും 5-ാമത്തെ ഖണ്ഡികയിലേക്ക് മാർപ്പാപ്പ വരുമ്പോ എനിക്ക് തോന്നുന്നത് മാർപ്പാപ്പ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മറിയത്തെ വർണ്ണിക്കുകയാണ്. അദ്ദേഹം അവിടെ വാക്കുകൾക്കപ്പുറത്ത് ഹൃദയം കൊണ്ടാണ് കോറുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: കരുണാപൂർണമായ സ്നേഹവും ദൈവത്തിന്റെ കരുണാപൂർണമായ സ്നേഹവും ധാർമ്മികവും ശാരീരികവുമായ തിന്മയും തമ്മിലുള്ള സമ്പർക്കത്തിൽ, ഏറ്റുമുട്ടലിൽ, അതാണല്ലോ ക്രൂശിൽ നടന്നത്. ഒരു വശത്ത് ദൈവത്തിന്റെ, ഒരു വശത്ത് മനുഷ്യന്റെ പാപം, മറുവശത്ത് തേടി വരുന്ന ദൈവത്തിന്റെ കരുണ. ഇത് തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരല്ലേ കുരിശിലെ ബലി. ആ ബലിയിൽ അവൾ നീതി പരാജയപ്പെടുന്നതും നീതിയുടെ മേൽ കരുണ വിധി നടത്തുന്നതും അവൾ കണ്ടു, അനുഭവിച്ചു, അതുല്യമായ വിധത്തിൽ അതിൽ പങ്കുചേരുകയാണ്. അവളിലൂടെയും അവളിലും, മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു, മറിയത്തിലൂടെയും മറിയത്തിലും, സഭാ ചരിത്രത്തിലും മനുഷ്യന്റെ ചരിത്രത്തിലും ഈ മാധ്യസ്ഥം ഇന്നും വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവളുടെ അതുല്യമായ ഈ പങ്കുചേരലിന്റെ മഹത്വം, അതിലൂടെ അവൾ നേടിയ രക്ഷാകരമായ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുവാൻ അവൾ സദാ ദത്തശ്രദ്ധയാണ്. അവളുടെ സ്നേഹം, അവളുടെ കാരുണ്യം വളരെ പ്രത്യേകമാം വിധം ഫലദായകമാണ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ ദൈവമാതൃത്വം, അവളുടെ ദൈവമാതൃത്വ ഹൃദയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണത്. അവൾ ഒരേ സമയം ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മാതാവാണ്. വിശാലമായി പറഞ്ഞാൽ ദൈവമായ യേശുവിൻ്റെയും മനുഷ്യനായ യേശുവിൻ്റെയും എന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ വിശദീകരണം എന്ന നിലയ്ക്ക് നമുക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. ദൈവവും മനുഷ്യനുമായ യേശുവിൻ്റെയും പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും അമ്മയാണ് അവൾ. അവസാനിപ്പിക്കുമ്പോ, ഈ 6-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുമ്പോ, സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖ, 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിലെ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയുടെ 62-ാം ഖണ്ഡികയെ മാർപ്പാപ്പ സവിശേഷമാം വിധം അവിടെ എഴുതി ചേർത്തിരിക്കുന്നു. ഇതെനിക്ക് സംഗ്രഹിച്ചു പറയാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുക്കുന്നു. അതുകൊണ്ട് ഇത് ഞാനൊന്ന് പറയാൻ, അത് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ എഴുതി വായിക്കാൻ എന്നെ സദയം അനുവദിക്കുക. പ്രസാദപര ക്രമത്തിലുള്ളതും മംഗളവാർത്തയുടെ അവസരത്തിൽ മറിയം വിശ്വസ്തതാപൂർവം കാത്തു സൂക്ഷിച്ചതുമായ, കുരിശിൻ കീഴിൽ അചഞ്ചലമായി കാത്തു സൂക്ഷിച്ച മറിയത്തിന്റെ മാതൃത്വം അവൾ മംഗളവാർത്തയുടെ സമയത്ത് സമ്മതം നൽകിയ നിമിഷം മുതൽ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മകുടം ചാർത്തൽ വരെ യുഗാദ്യോന്മുഖമായിട്ടാണ് സംസാരിക്കുന്നത്, ഇടമുറിയാതെ നിലനിൽക്കുന്നു. സ്വർഗാരോപിതയായതോടുകൂടെ ഈ രക്ഷണീയ ദൗത്യം അവസാനിപ്പിക്കാതെ നിത്യരക്ഷയ്ക്ക് വേണ്ട ദാനങ്ങൾ സമ്പാദിച്ചു തരുന്നതിൽ അവൾ വിവിധ തരത്തിൽ മധ്യസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപകടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നിറഞ്ഞ ജീവിതയാത്ര നടത്തുന്നവരും സ്വപുത്രന്റെ സഹോദരരുമായവർ സൗഭാഗ്യപൂർണമായ പിതൃഭവനത്തിൽ എത്തിച്ചേരുന്നതുവരെ അവൾ മാതൃസഹജമായ വാത്സല്യത്തോടെ അവരുടെ മാതൃത്വം, അവരുടെ സംരക്ഷണം നിർവഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ 6-ാം ഖണ്ഡിക അവസാനിക്കുകയാണ്. മറിയം സവിശേഷമാം വിധം കാരുണ്യത്തിന്റെ മാതാവാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളിൽ അത് രേഖപ്പെടുത്തിക്കൊണ്ട്, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ആരാണ് മറിയം എന്നതിനെ സംബന്ധിച്ചിട്ട് കുരിശിന്റെ ചുവട്ടിലെ മറിയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തവും നവീനവും സുദൃഢവുമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിക്കൊണ്ട് 6-ാമത്തെ മറിയത്തിന്റെ വാക്കുകൾ തന്നെ സംസാരിച്ചുകൊണ്ട് 6-ാമത്തെ അധ്യായം അദ്ദേഹം ആരംഭിക്കുകയാണ്.
6-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ മറിയത്തിന്റെ പ്രവചനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന കാരുണ്യം തലമുറ തോറും എന്ന വാക്കിലാണ് അദ്ദേഹം വാക്കാണ് ആ ശീർഷകത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 3 ഖണ്ഡികകളായിട്ടാണ് 3 ഉപശീർഷകങ്ങളിലൂടെയാണ് മാർപ്പാപ്പ തലമുറ തോറും കടന്നു പോകുന്ന കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്നത്. ഈ ഒരു അധ്യായത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതൊരു സാമൂഹിക പ്രബോധനത്തിന്റെ ചൂടുമുള്ള ഒരു അധ്യായമാണ്. നിങ്ങൾക്കറിയാം, കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ആദ്യ ജാതനായിരിക്കുന്ന റേരും നോവേരും 1891 നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടു. റേരും നോവേരും എന്നത് വളരെ കൃത്യമായിട്ട് 1-ലധികം ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പരിശോധിച്ചത്. വീണ്ടും 14 എണ്ണത്തിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങേക്ക് സ്തുതി എന്നതിൽ നമ്മൾ അവസാനിപ്പിച്ചു. ഇതാ അതിമർ അങ്ങേക്ക് സ്തുതി, ലൗദാത്തോസി വരെയുള്ള വിവിധ ചാക്രിക ലേഖനങ്ങളെ കുറിച്ച് ഒതുക്കത്തിൽ ഒരു വാക്കിലൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചു. പ്രകൃതിയുടെ നാം ജീവിക്കുന്ന പൊതുഭവനത്തെ സംബന്ധിക്കുന്ന, ലോകത്തെ സംബന്ധിക്കുന്ന ആനുകാലികവും അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുമായ കാര്യങ്ങളെ, പ്രകൃതി പരമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രകൃതിയുടെ ചൂഷണം, ഭൂമിയിലെ ദരിദ്രനെ സംബന്ധിക്കുന്ന സംരക്ഷണങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളായിരുന്നു അങ്ങേക്ക് സ്തുതി എന്നതിൽ നമ്മൾ കണ്ടത്. അത് നമ്മൾ പഠിച്ചില്ല, വെറുതെ ഒരു ആമുഖം മാത്രം പറഞ്ഞു വെച്ചു. ഇപ്പോൾ ഇതാ ഫ്രറ്റേലി തൂത്തി എന്ന തൻ്റെ വിഖ്യാതമായ നവചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം ഫ്രാൻസിസ്കനിസത്തെ വീണ്ടും നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. സാമൂഹിക പ്രബോധനങ്ങളുടെ കാതൽ ഫ്രാൻസിസ്കനിസമാണ് എങ്കിൽ അതിന്ന് നന്നായിട്ട് സഭയെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തെറ്റായ അർത്ഥത്തിലല്ല. സഭ അതിനാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ വളരെ പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യത്തിൽ, ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ സഭയെ നയിക്കാൻ നിയുക്തനായിരിക്കുന്നതാണ് വിശുദ്ധ നമുക്ക് പിന്നെ വിളിക്കാം ഫ്രാൻസിസ് പാപ്പ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ഈ പുതിയ ചാക്രിക ലേഖനം, അതും സാമൂഹിക പ്രബോധനമായി നമുക്ക് വന്നത്. ഈ ഒരു സാമൂഹിക പ്രബോധനങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലം, അതിൻ്റെയൊക്കെ ഒരു പ്രാഗ്രൂപം ഈ 6-ാം ഖണ്ഡികയിലുണ്ട്, 6-ാം അധ്യായത്തിലുണ്ട്. 3 സബ് ടോപ്പിക്കുകളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ തലമുറയുടെ ഒരു പ്രതിബിംബം. രണ്ടാമത്തേത്, നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ തന്നെ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. കാരണം ലോകം നല്ല കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൊറോണ അവിടെ നിൽക്കട്ടെ, അതിനെ അങ്ങ് മാറ്റി വെച്ചാൽ പോലും. എന്നാൽ അതുകൊണ്ട് തന്നെ അടുത്ത ഖണ്ഡിക ഉപശീർഷകം ഇങ്ങനെയാണ്: അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: നീതി മതിയാകുമോ? നമ്മളിപ്പോ മൊത്തം 9 സബ് ടോപ്പിക്കുകളാണ് കണ്ടത്. ഇതിനു മുമ്പ് 10, 11, 12 സബ് ടോപ്പിക്കുകൾ, ആകെ 18 എണ്ണമാണ്. നമ്മുടെ തലമുറയുടെ ഒരു പ്രതിബിംബം, രണ്ടാമത്തേത് അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ, മൂന്നാമത്തേത് നീതി മതിയാകുമോ. ഇങ്ങനെ 3 സബ് ടോപ്പിക്കുകളിലായിട്ട് ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു നഖചിത്രമാണ് മാർപ്പാപ്പ തരുന്നത്. ആദ്യത്തെ ഖണ്ഡിക, ആദ്യത്തെ ഉപശീർഷകം മാത്രം നമുക്ക് ഇങ്ങെടുക്കാം. നമ്മുടെ തലമുറയുടെ ഒരു പ്രതിബിംബം എന്ന് പറഞ്ഞിട്ട്, ഇത് തലമുറ തോറും കരുണ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ പറയുന്നതിനകത്ത് പരിഹാസമാണോ കാരുണ്യമാണോ ഉള്ളതെന്നുള്ളത് പിന്നെ നോക്കിയാൽ മതി. അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ഒരേ വിധത്തിൽ തന്നെ പറയാമല്ലോ. നന്നായി എന്ന കാര്യം വളരെ നന്നായിട്ട് പറയാം, നമുക്ക് വളരെ മോശമായിട്ടും പറയാം. എന്റെ അല്ല, ഇത് വെറും ഒരു ചോദ്യത്തിന്റെ ഇത് മാത്രമാണ്. എന്റെ ചപ്പുറത്തലക്ക് ഇത്രയും സൗന്ദര്യമുള്ളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എങ്ങനെയുണ്ട് എന്റെ ഹെയർ സ്റ്റൈല്? നന്നായിട്ടുണ്ട്.
അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയുണ്ട് എന്റെ ഹെയർ സ്റ്റൈല്? നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥവും നിങ്ങൾക്കറിയാം. രണ്ടും ഒരേ വാക്കാ, ഒരേ ചോദ്യത്തിന് ഒരൊറ്റ വാക്കാ. പക്ഷെ ഒന്ന് അർത്ഥം നിഷേധാത്മകമാണെങ്കിൽ മറ്റേതിന്റെ അർത്ഥം ഭാവാത്മകമാണ്. ഇവിടെ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. പരിവർത്തനത്തിന്റെ ഈ നൂറ്റാണ്ട്, 3-ാം സഹസ്രാബ്ദം, ഇത് തലമുറകളോട് കാരുണ്യം അനുഭവിക്കുന്ന ഒരു തലമുറയാണ്. അടുത്തത് അദ്ദേഹം എന്തൊക്കെയാണ് ഈ തലമുറ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് അടുത്ത് നിന്ന് സമീപിക്കുകയാണ് അദ്ദേഹം. ഈ തലമുറയിലെ ഒരാളായി നിന്നുകൊണ്ട് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം വിശേഷാനുകൂല്യങ്ങളുള്ള തലമുറയായിട്ടാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണേ, ഈ വിശേഷാനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നമ്മുടെ ഏതോ തലമുറയിൽ നമ്മൾ ആരുടെയോ വല്യപ്പന്മാര് കുതിരയുടെ പുറത്ത് കയറുക ഓടിക്കാൻ വേണ്ടി. ഈ അടുത്ത കാലം വരെ കുതിരയുടെ പുറത്തായിരുന്നു, ഒരു വ്യത്യാസവും വന്നില്ല. കുതിരയ്ക്ക് 4 കാലുമുണ്ട്, നമ്മളെ വല്യപ്പന് 2 കാലുമുണ്ട്. അങ്ങനെ കയറിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് വിശേഷാനുകൂല്യമുള്ള ഒരു തലമുറ ഉണ്ടായി. കുതിരയ്ക്ക് പകരം ചക്രം വന്നു, ചക്രത്തിന്റെ മുകളിൽ പുര വന്നു, പുരയ്ക്കുള്ളിൽ സീറ്റ് വന്നു, അത് വീണ്ടും വണ്ണം നടത്താൻ അതിന് കോലിന്റെ മുകളിൽ ഒരു വട്ടവും വന്നു. അങ്ങനെ നമ്മൾ കാറിലും ബസ്സിലും ജീപ്പിലും ഒക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി. വിശേഷാനുകൂല്യമുള്ളവരാ. ബുദ്ധിശക്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാ, ജോലിയുടെ കാര്യത്തിലും അങ്ങനെയാ. കൊറോണക്കാലവും ഇന്നത്തെ കാലം, കൊറോണക്കാലം അതിന് മുമ്പുള്ള കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ തന്നേ ഉള്ളൂ. പണ്ട് ജോലി ഇല്ലാത്തവൻ വീട്ടിലിരിക്കുമായിരുന്നു, ഇപ്പം ജോലി ഉള്ളവരാ വീട്ടിലിരിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ജോലി ഇല്ലാത്തവൻ ഇന്നും അവിടെ ഇവിടെയൊക്കെ പോയി തെണ്ടിക്കൊണ്ടിരിക്കുക ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ജോലിയുള്ളവൻ വീട്ടിലിരിക്കും, ഇല്ലാത്തവൻ പണ്ടോ അങ്ങനെ ആയിരുന്നില്ല, ജോലി ഇല്ലാത്തവനായിരുന്നു വീട്ടിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിലും സാങ്കേതികത്വത്തിലും ഒക്കെ അങ്ങേയറ്റം മികവാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലെ 2 ആളുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് നിരർത്ഥകമാണ്. വെള്ളത്തിനകത്ത് വീണ 2 പേരും നമ്മൾ 2 പേരും നനയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാ. എന്നാലും മാർപ്പാപ്പ പറഞ്ഞത് അങ്ങനെ പറയാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയമായും മതപരമായും ഒക്കെ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജോസൂട്ടി ഞാൻ തമ്മിലുള്ള സംസാരത്തിൽ ജോസൂട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് അപ്പോഴാ ബോധ്യപ്പെടുന്നതെന്ന് പറയാം. പണ്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ ആരെ ചെന്ന് നോക്കും നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എനിക്ക് തന്നെ ക്രിസ്തീയതയെ സംബന്ധിക്കുന്ന ഒരു ഉപരിപഠനം വേണമെന്നിരിക്കുന്നു. ഞാൻ എവിടെ ചെന്ന് തപ്പും? ഒരു സെമിനാരിയിൽ ഏറി വന്നാൽ എനിക്ക് ഒരു വടവാതൂരോ ഒരു മംഗലപ്പുഴയോ ഒരു കോട്ടയത്തോ ഒക്കെ അതിന് തന്നെ എനിക്ക് അർപ്പണമൊക്കെ അത്രയും വേണം. എന്നിട്ട് അവർ തീർച്ചയായിട്ടും സമ്മതിക്കുമെന്ന് വിചാരിക്കുക, അവരുടെ ലൈബ്രറിയൊക്കെ ആശ്രയിക്കാം. തീർന്നു. ഇന്ന് അങ്ങനെയാണോ? ലോകമാ ലൈബ്രറി. വീട്ടിൽ വന്നിരിക്കുന്നു ലൈബ്രറി മുഴുവൻ. ഇനി എന്റെ ആഗ്രഹം നേരെ തിരിച്ചിട്ടാ, വേറൊരു മതത്തെ പറ്റിയാ പഠിക്കേണ്ടതെന്നിരിക്കട്ടെ, എങ്കിലും എനിക്കൊന്നുമില്ല. അവരിൽ ആരുടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കണോ, അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം വേണോ? ഇപ്പൊ അങ്ങനെയാണോ? 2 മതക്കാർ തമ്മിൽ സംസാരിക്കുമ്പോ എന്താ അവര് തമ്മിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഗസ്തീനോ സൂണിവാളന്റെ ഇന്ന പുസ്തകത്തിന്റെ ഇന്നതിനകത്ത് ഇന്ന മാതിരി പറയുന്നില്ലെന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും ഇന്ന മഹർഷിയുടെ ഇന്നതിനകത്ത് ഇന്ന മാതിരി വിവരങ്ങൾ ഇങ്ങനെ എടുത്തറിയപ്പെടുകയാ. അറിവുകൾ നിർബാധം പങ്കുവെക്കപ്പെടുകയാ. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ആഗസ്തീനോ സൂണിവാളൊക്കെ എന്റെ വകയല്ലോ, അതല്ല, അറിവുകൾ നിർബാധം പങ്കുവെക്കപ്പെടുകയാണ്. സർഗാത്മക ശക്തിയുടെ വ്യാപനം എവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുറത്ത് കൈതട്ടിയിട്ട് അഭിനന്ദിക്കും. മിടുക്കാൻ, ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറയും. ആശയങ്ങള് പങ്കുവെക്കുന്നു എന്ന് മാത്രമല്ല, മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ വളരെയേറെ മുന്നേറിയിരിക്കുന്നു. ജീവശാസ്ത്രത്തിന്റെ മേഖലയിൽ കുതിച്ച ചാട്ടങ്ങൾ, ഈ ക്ലോണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. സാധാരണഗതിയിൽ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ ആരോഗ്യരംഗത്തുള്ള വൻ കുതിച്ചു ചാട്ടങ്ങൾ,
നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബചരിത്രം പരിശോധിച്ച് നോക്കിയേ, എല്ലാവരും കുറവലങ്ങാട്ടെന്നാണ് വന്നത്. എന്തെങ്കിലും ആട്ടെ, ഇപ്പൊ ആണോ അല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. കുറവലങ്ങാട്ടൻ ഞങ്ങളുടെ വല്യപ്പന്റെ ഏതെങ്കിലും ഒരു വല്യപ്പനായിരിക്കുമല്ലോ. ചില രോഗങ്ങളാൽ ഇന്നിടത്തേക്ക് മാറി താമസിച്ചു. പൊന്നുമക്കളെ, വല്ല കോളറയോ വിഷൂച്ചിക്കയോ വല്ലതും ആയിരിക്കും. ഇതും അല്ലെങ്കിൽ വല്ല പ്ലേഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓടിപ്പോകുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. വല്യപ്പനാന്നുള്ളതൊക്കെ പോക്കറ്റിൽ കിടക്കുകയുള്ളൂ. മൂപ്പര് രോഗം പേടിച്ച് ഓടിയതാ. ഇന്നത് വല്ലതും ഉണ്ടോ? നേരെ വന്നാല് ഏത് രോഗം വന്നാലും നമ്മളൊരു കഷ്ണം തുണി എടുത്തിട്ട് ചെവിയോട് ചെവി ഒരുമിച്ച് വലിച്ചങ്ങ് കെട്ടു. അത് തന്നെ. പിന്നെ ബാക്കി ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെയാ. നമ്മൾ മിടുക്കന്മാരായി പോയി. മരണനിരക്കൊക്കെ കുറഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. മാർപ്പാപ്പ അതാ നമ്മളെ നന്ദിപൂർവ്വം നമ്മൾ സ്മരിക്കാനാ ഓർമ്മിക്കുന്നത്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ ഉൾക്കാഴ്ചകൾ, സാമൂഹിക ശാസ്ത്രത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടായി, സാമൂഹിക സമീപനങ്ങൾ പുതുതായിട്ടുണ്ടായി, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി, നേട്ടങ്ങൾ ഉണ്ടായി, വൈവസായിക രാജ്യങ്ങൾ ഉണ്ടായി, വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ ശരിയല്ല, വൈവസായിക വിപ്ലവങ്ങൾ ഉണ്ടായി. ജനതകള് ശാസ്ത്രത്തിൽ നിന്ന്, വിവര സാങ്കേതിക വിദ്യയിൽ നിന്ന് നേട്ടങ്ങൾ സാധാരണക്കാരനിലേക്ക് എത്തി. അതാണ് ഏറ്റവും വലുത്. പണ്ടും ഈ നേട്ടങ്ങളൊക്കെ അതാത് കാലങ്ങളിൽ ഏറിയോ കുറഞ്ഞോ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ നോട്ടം കഞ്ഞി കുടിക്കാൻ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. കഞ്ഞികുടി മുഴുവൻ ഫ്യൂഡൽ സംസ്കാരത്തിൽ ജന്മിമാർക്കും മാടമ്പിമാർക്കും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ അവർക്ക് ആഹാരം ചോറും, ബാക്കിയുള്ളവർക്ക് കഞ്ഞി വെള്ളവും പിന്നെ വെള്ളവുമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകശാസ്ത്ര വിദ്യകളുടെ ഗുണപരമായ മുന്നേറ്റങ്ങളുടെ സദ്ഫലങ്ങൾ സകല ജനതകളുടെ ഇടയിലും എത്താൻ തക്കവണ്ണം അത്രമേൽ മിഴിവാർന്ന ഒരു സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു, ഭാവാത്മകമായി. ഇനി നിഷേധാത്മകമായിട്ട് എന്തൊക്കെയുണ്ട് നമ്മുടെ അടുത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക. വളർച്ചയോടൊപ്പം ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനുഷ്യകുലത്തിൽ നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അസ്വസ്ഥതകളുണ്ട്, ശക്തിരാഹിത്യമുണ്ട്, അസന്തുലിതാവസ്ഥകളുണ്ട്. ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയും ധനവാൻ കൂടുതൽ ധനവാനാവുകയും ചെയ്തുകൊണ്ട് അവർ തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ ഭീകരമായ വിധത്തിൽ വർദ്ധിച്ചു വരുന്നു. ഇത് വ്യക്തിയും തമ്മിലുള്ള അന്തരം മാത്രമല്ല, ജനതയും തമ്മിലുള്ള അന്തരവുമായി വരുന്നു. ഒരു ജനത കൂടുതൽ ദരിദ്രമാവുകയും മറ്റൊരു ജനത കൂടുതൽ ധനവാന്മാരാവുകയും ചെയ്യുന്ന അസഹനീയമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പുതിയ ചൂഷണ സമ്പ്രദായം വന്നു. പണ്ട് വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയതാണെങ്കിൽ ഇന്ന് ചൂഷണം ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ കപ്പലൊന്നും ആരും ഇറങ്ങണ്ട. നവസാങ്കേതിക വിദ്യയുടെ വിനിമയം കൊണ്ട് ക്ഷണനേരം കൊണ്ട് മുഴുവൻ അതിന്റെ ഉപഭോക്താക്കളുടെ മുഴുവൻ ലാഭത്തിന്റെ വിഹിതം ഏത് കോർപ്പറേറ്റ് ഭീമനും ഏത് രാഷ്ട്രത്തിനും കൈയാളാൻ തക്കവണ്ണം നവ കൊളോണിയലിസം അത്രമേൽ ശക്തിമത്താണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗം മാതിരി ഇതുപോലെ വോട്ടിനും തനിക്ക് പോകാൻ പറ്റില്ല, ഇവിടെ എങ്ങനെ കുത്തിയിരിക്കുന്ന പോലെ പോരാ. ഇത് മാർപ്പാപ്പ പറയുന്നതാണ് സർ. അടുത്തത് നവമാധ്യമങ്ങളുടെ ഭരണമാണ് അദ്ദേഹം പറയുന്നത്. ആരെന്ത് ചിന്തിക്കണം എന്നത് തീരുമാനിക്കുന്നത് ഇന്ന് മാധ്യമം. അതുകൊണ്ട് തന്നെ തമസ്കരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല, താല്പര്യങ്ങൾ അനുസരിച്ച് സംഭവിപ്പിക്കുന്നതാണ് എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് തന്നെ സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്ന ആ ഒരു രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ ഡിഗ്രി പറയുന്നത് പോലെ ഒരുതരം ഭാഗീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നന്മകൾ ഒരുപോലെ കുന്നുകൂടുമ്പോൾ മറുവശത്ത് അതുപോലെ തന്നെ തിന്മകളുടെ സാന്നിധ്യവും ജാഗ്രതാപൂർവം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരേ സമയം മനുഷ്യൻ വളരെയേറെ നിസ്സീമമാംവിധം സൗന്ദര്യമുള്ളവനാണ്.
ബലവാനാണ്, ശക്തനാണ്, മഹത്വപൂർണനാണ്. അതേസമയം ഈ സൗഭാഗ്യങ്ങളുടെ അതേ സമയത്ത് തന്നെ അനേക സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യകുലം ആകുലതകളാൽ വേട്ടയാടപ്പെടുന്നവരാണ്. അവൻ തള്ളാനും കൊള്ളാനും ബലമായി നിർബന്ധിതനാകത്തക്ക വിധത്തിൽ അവന് തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ ഇല്ലാത്ത വണ്ണം ഒരു തരം ആധുനിക തടവറകളിലാണ്. ചെയ്യരുതാത്തതാണ് അവൻ ചെയ്യുന്നത്, ചെയ്യേണ്ടത് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. സ്വയം വിഭജിക്കപ്പെട്ടവനായി അവൻ നിൽക്കുന്നു, സ്വയം വിഭജിക്കപ്പെട്ടവനായി നിൽക്കുന്നു. ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ആയിക്കൊള്ളട്ടെ, അതിന് വേണ്ടുന്ന നന്മകളെ അതിന് ആർജിക്കാൻ കഴിയാത്ത വിധം ബന്ധനത്തിലാണ്. അത്തരത്തിലുള്ള ഒരു വളരെ ഒരു സ്വയം തീർത്ത എന്ന് പറഞ്ഞുകൂടാ, തടവറയിൽ അവശേഷിക്കുന്നവരാണ് മനുഷ്യൻ എന്നുള്ളതാ പറയുന്നത്. ഇതിനു വേണ്ടി മാർപ്പാപ്പ നമ്മള് സഭ ആധുനിക ലോകത്തിൽ എന്ന പാസ്റ്റോറൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ചോദ്യങ്ങൾ നമ്മളോട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. 10ാമത്തെ ഖണ്ഡികയില് മാർപ്പാപ്പ അന്ന് ചോദിച്ച പ്രവചനാത്മകമായ ഒരു ചോദ്യമുണ്ട്. എല്ലാ കാലത്തും സാർത്ഥകമായിരിക്കുന്ന ആ ചോദ്യം ഒരിക്കൽ കൂടി മാർപ്പാപ്പ ചോദിക്കുക നമ്മളോട്. എന്താണ് മനുഷ്യൻ? മനുഷ്യൻ ഇത്രമാത്രം പുരോഗമനം നേടിയിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്ന വേദനയുടെയും തിന്മയുടെയും മരണത്തിന്റെയും സാരമെന്താണ്? ഇത്ര വില കൊടുത്ത് നേടിയ വിജയങ്ങൾ എന്തിനു വേണ്ടി? സമൂഹത്തിനു വേണ്ടി എന്തു ചെയ്യാൻ മനുഷ്യന് കഴിയും? സമൂഹത്തിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കാൻ കഴിയും? ഈ ഭൗമിക ജീവിതത്തിന് ശേഷം എന്താണുള്ളത്? ഈ ചോദ്യങ്ങൾ സദാകാലവും ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടലിന്റെ പേരാണ് ധാർമ്മികതയിലേക്കുള്ള പ്രയാണം. അപ്പൊ നമ്മള് അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു മേഖലയെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ ഒന്നാമത്തേതിൽ പറയുകയാണ് 50 വർഷങ്ങൾക്ക് ശേഷവും, രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ 50 വർഷങ്ങൾക്ക് ശേഷവും ഈ ഭീഷണിയും ഈ മനുഷ്യന്റെ ദൈന്യതയും മനുഷ്യര് തമ്മിലും മനുഷ്യരിൽ ഉടനീളവും നിലനിൽക്കുന്ന സംഘർഷവും കുറഞ്ഞോ കൂടിയോ? ഭാവാത്മകത്വമാണോ നിഷേധാത്മകത്വമാണോ മനുഷ്യന്റെ പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള ആ അതിമനോഹരമായ പാസേജിൽ ഉള്ളത് എന്നുള്ളത് ഈ അവസരത്തിലാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്. ഒരു ചെറിയ പരിഹാസ ചൊവയില്ലേ? ഇത്രയൊക്കെ ആയിട്ട് ഒന്നും പഠിക്കാത്ത, ഒന്നും ചെയ്യാത്ത, ഒന്നിനും സാധിക്കാത്ത, നാൾക്ക് നാൾ എല്ലാ സമത്വങ്ങളും വർദ്ധിച്ചു വരുന്ന മനുഷ്യൻ എന്ന് പറയുന്നതിനെ ദയനീയതയോടുകൂടി അല്ലേ നമ്മൾ വീക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യം മാർപ്പാപ്പ അവിടെ ആന്തരികമായി ചോദിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഭാവിയെ അന്ന് പറഞ്ഞത്, അന്ന് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പറഞ്ഞത്, പറഞ്ഞത് ഭാവി സ്ഥിരീകരിച്ചു. 50 വർഷം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നു അവയൊക്കെയും ആ ഉയർത്തിയ ചോദ്യങ്ങളൊക്കെയും സാർത്ഥകമായിരുന്നു. എല്ലാ കാലത്തും അത് വാലിഡ് ആയിരുന്നു, അർത്ഥപൂർണമാണ് എന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഭൂതകാല വ്യാമോഹങ്ങളൊന്നും ഇനി വേണ്ട. നമ്മൾ ഇതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ നേരിടണം. നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യങ്ങളെ, ഇതിന്റെ അസന്തുലിതാവസ്ഥയെ, ഇതിന്റെ സംഘർഷങ്ങളെ, ഇതിന്റെ വേദനകളെ സ്വാംശീകരിക്കുകയും അതിനെ യഥാതഥമായി സ്വീകരിക്കുകയും അതിനെ നേരിടുകയും ചെയ്യണം എന്ന ആഹ്വാനത്തോടു കൂടി രണ്ടാമത്തേത് അഥവാ 11ാമത്തെ സബ് ടോപ്പിക്ക് അസ്വസ്ഥതയുടെ ഉറവിടങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് മാർപ്പാപ്പ സംസാരിക്കുന്നു. രണ്ടാമത്തേത് 11ാമത്തെ സബ് ടോപ്പിക്ക് ഭൂതകാല വ്യാമോഹങ്ങളിന് അസ്വസ്ഥതയുടെ ഉറവിടങ്ങളാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇനിയുള്ള ഈ 2 എണ്ണം, അല്ലെങ്കിൽ അതിലെ ഒരെണ്ണമെങ്കിലും ഇപ്പോഴെടുക്കണോ പിന്നെ എടുക്കണം? 7:30 ആരംഭിച്ചതാണ്, ഇപ്പോ 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ശ്രീമാൻ ജോസുകുട്ടിയെ സംസാരത്തിനായി ക്ഷണിക്കുന്നു.
ജോണിച്ചായ, ഞാൻ ശരിക്ക് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ, വണ്ടിയിലാണ്, ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ടിരിക്കുന്ന കാരണം എനിക്ക് യാതൊരു കുഴപ്പമില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആരോട് പിന്നെ ഇപ്പൊ നിർത്തണോ അതോ 9:30 നിർത്തണോ, ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങളിൽ പ്രധാനിയായ ആരെങ്കിലും ഒരാൾ, കുഞ്ഞച്ചൻ സാറേ, എന്താ 9:30 ആണോ? പ്രധാനിയായ എന്ന വാക്ക് പിൻവലിക്കാമെങ്കിൽ ഞാൻ പറയാം. അല്ല, സകലരുടെയും ദാസനായിരിക്കണം എന്നുള്ളൊരു വകുപ്പുണ്ട്, അത് അങ്ങനെ വിളിച്ചത്. അങ്ങനെ വിളിച്ചാൽ അവർക്ക് കേൾക്കുകയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രധാനി എന്ന് വിളിച്ചേ. പറ, എങ്ങനെയാ? 1.5 മണിക്കൂറായല്ലേ, നമുക്ക് അടുത്തതിൽ നമുക്ക് പുതുതായിട്ട് ആരംഭിക്കാം അല്ലേ? മതി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞച്ചൻ സാറ് തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങ് നിർത്തിക്കേ. ഞാൻ ദൈവതിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇന്നത്തേത് നിർത്തുകയാണ്. തുടങ്ങി. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് സമ്മാനിച്ച കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണല്ലോ. ഈശോയെ, അവിടെ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, അവിടുത്തെ കാരുണ്യമാണ് ഞങ്ങളെ വഴി നടത്തുന്നതെന്നും അറിയുന്നു. തമ്പുരാനെ, എത്ര വലിയ കരുണയാണ് അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞത് എന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് നാഥ. ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കരുണ ഞങ്ങൾ ഒട്ടും അർഹിക്കുന്നതല്ല. ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളോടും കരുണ കാണിക്കണം എന്ന് മാത്രമല്ലേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങയുടെ ആഗ്രഹത്തിനൊത്ത് ഉയരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരുണ ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലൂടെ സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, നീതിയുടെ രൂപങ്ങളായി പരിണമിക്കുവാൻ തക്കവണ്ണം എന്നിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ഈ ക്ലാസ് എടുത്തു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണിച്ചാനെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടെ നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി എത്രയോ സമയം ചിലവഴിക്കുന്നു. നാഥ, പ്രിയപ്പെട്ട ജോണിച്ചായനെയും ചേച്ചിയെയും മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് നയിക്കണമേ. കർത്താവെ, ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പേരുപേരായി ഇങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ക്ലാസ്സുകളിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ വേണ്ട ഗൗരവത്തോടെ സ്വീകരിക്കുവാനും, കർത്താവെ, ഈ ലോകത്തിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ശതമാനത്തിന് മാത്രമാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതെന്ന് വലിയ അത്ഭുതത്തോടെ, ആദരവോടെ, നന്ദിയോടെ മനസ്സിലാക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കൃപയുടെ തണലിൽ ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഇതിൻ്റെ റെക്കോർഡിങ് ശ്രവിച്ചുകൊണ്ട് കൂടുതൽ അങ്ങയുടെ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാനും ജീവിത നവീകരണം സാധിക്കുവാനും അവരെയും അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളായി സ്വീകരിച്ച് ഞങ്ങളുടെ കൃപയിൽ നടത്തിക്കൊള്ളണമേ, കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കരുണയുടെ മാതാവേ, അമ്മയെക്കുറിച്ചായിരുന്നല്ലോ ഇന്നത്തെ ക്ലാസ്. അമ്മ കരുണയുടെ ആണല്ലോ, ഞങ്ങളുടെ അമ്മയാണല്ലോ. എങ്കിൽ ഞങ്ങളും കാരുണ്യമുള്ളവരും കരുണയുടെ ജീവിക്കുന്ന രൂപങ്ങളുമായി മാറണമല്ലോ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ കരുണ, അമ്മ അനുഭവിച്ച കാരുണ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ അത് ഞങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കുന്നില്ല. അമ്മേ, അത് മനസ്സിലാക്കി ജീവിക്കുവാൻ, അമ്മയുടെ വഴിയിൽ
നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം വരെ എന്നേക്കും. ആമേൻ.